ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ട് സിനിമാ കോൺക്ലേവാണ് നടത്തുന്നത്. ആരെയാണ് സാംസ്കാരിക മന്ത്രി വിഡ്ഢിയാകുന്നത്? ഇരകളോടൊപ്പമാണോ വേട്ടക്കാരുടെ ഒപ്പമാണോ സർക്കാർ വേട്ടക്കാരുടെ ഒപ്പമാണ്. വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. ആരാണ് സർക്കാരിൻ്റെ മീതെ സമ്മർദ്ദം ചെലുത്തിയത്? ആരാണ് സർക്കാരിൻ്റെ മീതെ പറക്കുന്ന പരുന്ത്? ഏത് പരുന്താണ് സർക്കാരിൻ്റെ മീതെ പറക്കുന്നത്? നീതിന്യായ വ്യവസ്ഥയുടെ മീതെ പറക്കുന്ന പരുന്തേതാ? കുറ്റക്കാരായ ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയ ഏതെങ്കിലും വനിത പരാതി നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ സർക്കാരിൽ നിന്ന് ഉചിതമായ ഇടപെടലുണ്ടാകും. എത്ര ഉന്നതനായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിലെത്തിക്കും. അതിൽ ഒരു തരത്തിലുള്ള സംശയവും ആർക്കും വേണ്ടതില്ല. ഇതാണ് പൊതുവെ ഇതുമായി വ്യക്തമാക്കാനുള്ളത്. ആ റിപ്പോർട്ടിന്റെ ബാക്കിയുള്ള ഭാഗം നിയമപരമായി പരിശോധിച്ചുകൊണ്ട് തുടർ നടപടിയിലേക്ക് പോകാനേ കഴിയൂ. അത് പരിശോധിക്കട്ടെ. അതെല്ലാം നിയമപരമായി പരിശോധിച്ചിട്ടേ പറയാൻ പറ്റൂ. കാരണം നിലവിലുള്ള നിയമ സംവിധാനമുണ്ട്. ആ നിയമ സംവിധാനം നിലനിൽക്കുമ്പോൾ ബാക്കിയുള്ള ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് നിയമപരമായി കൊണ്ടുവരുന്നത്? അതെല്ലാം ബന്ധപ്പെട്ട ആളുകൾ, ഞാൻ നിയമിച്ചതൊന്നുമല്ല, നിയമരംഗത്തുള്ള പ്രമുഖന്മാരുമായിട്ടൊക്കെ സംസാരിച്ചു. ഭാവിയിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് ധാരണ ഉണ്ടാക്കും. സർക്കാരിന് വായിക്കാൻ പറ്റത്തില്ല. കാരണം സർക്കാരിന് മുമ്പിൽ മന്ത്രിക്ക് വായിക്കാൻ പറ്റുന്നില്ല. സർക്കാർ വായിച്ചു കാണും. സർക്കാർ എന്ന് പറഞ്ഞാൽ മന്ത്രി മാത്രമാണ്. അതായത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറുടെ മുമ്പിലാണ് ഈ സംഭവം ഉള്ളത്. അത് സീൽഡ് ചെയ്തിട്ടാണ് വിവരാവകാശ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്. വിവരാവകാശ കമ്മീഷൻ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറെ. ഇന്നലെ പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയ്ക്ക് ഒത്തിരി വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന ഒന്നാണ്. ഈ സിനിമാ രംഗത്തെ മാഫിയ ഗ്രൂപ്പിന്റെ പീഡനം ലൈംഗികമായിട്ടല്ലെന്ന് മാത്രമേ ഉള്ളൂ, ഏറ്റവും ശക്തമായ പീഡനം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു അഫക്റ്റഡ് പേഴ്സണാണ് ഞാൻ. ഇന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആവേശത്തോടെ പ്രസംഗിച്ച ആ 15 പവർ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് ഇന്നും മലയാള സിനിമയിൽ ഈ തെമ്മാടിത്തരങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. ഇത്രയും നാള് ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോൾ ബോധ്യമാകുന്നു. കാരണം അതിനകത്തെ 15 അംഗ പവർ ഗ്രൂപ്പാണ് അതിന് കാരണം. ഈ റിപ്പോർട്ട് സിനിമാ മേഖലയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, പഴയതുപോലെ തെമ്മാടിത്തരം കാണിക്കാനുള്ള ആ ഒരു ബലം കുറച്ച് കുറയും. അതുതന്നെ നല്ല കാര്യമാണ്. 2017 കമ്മിറ്റിയെ വെച്ചത്. 2019 റിപ്പോർട്ട് കിട്ടുന്നത്. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നടപടികൾ ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് കോവിഡ് വരുന്നത്. 2020 21 എന്റെ കാലഘട്ടം കഴിഞ്ഞു. പിന്നീടുള്ള തുടർ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇതിന്റെ ഭാഗമായിട്ട് വന്ന പ്രസിദ്ധീകരിക്കാൻ പറ്റാത്ത, പുറത്തുവിടാൻ പാടില്ല എന്ന് കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ വരുന്നത്. അപ്പോ അതെങ്ങനെ ഒഴിവാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കുന്ന ഘട്ടത്തിലാണ് വിവരാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്ത് വിവരാവകാശ കമ്മീഷൻ ഇത് പ്രസിദ്ധീകരിക്കണമെന്ന് പറയുന്നത്. ഉടനെ പൊതു താല്പര്യം അരിച്ചും വന്നു. അതിന്റെ ഭാഗമായിട്ട് എടുത്ത സമയമാണ്. അല്ലാതെ ഗവൺമെന്റ് യാതൊരു പൂഴ്ത്തിവെക്കേണ്ട പരിപാടി ഇതിലില്ലല്ലോ. അങ്ങനത്തെ യാതൊന്നും ഇല്ലല്ലോ. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിലെ അംഗങ്ങൾ ആരാണ്? സിനിമയിൽ വിലക്ക് നേരിട്ട് സീരിയലിൽ അഭിനയിക്കാൻ പോയപ്പോൾ അവിടെയും തടയിട്ട പ്രമുഖനാര്? രാത്രിയിൽ നടിമാരുടെ വാതിലിൽ മുട്ടുന്നവർ ആരൊക്കെ? കാസ്റ്റിംഗ് കൗച്ച് അവകാശമായി കൊണ്ടു നടക്കുന്നവർ ആരൊക്കെയാണ്? തോന്നിവാസം ചോദ്യം ചെയ്യുന്നതിന്റെ പേരിൽ അവസരം നഷ്ടപ്പെടുത്തിയ ഈഗോയിസ്റ്റുകളിൽ പ്രമുഖരും ജനപ്രിയരും മാത്രമാണോ ഉള്ളത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിക്കുമ്പോൾ ഉയരുന്ന സംശയം ഈ വേട്ടക്കാരെ കുറിച്ചാണ്. ഇരകളുടെ രഹസ്യം സൂക്ഷിക്കുന്നതിന്റെ മറവിൽ വേട്ടക്കാരെ മറച്ചുപിടിക്കാൻ സർക്കാരിന് എന്തായിരുന്നു തിടുക്കം? കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റകൃത്യങ്ങളുടെ പരമ്പര തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടും കോൺഫിഡൻഷ്യൽ എന്ന പേരിൽ അട്ടത്തുവെച്ച സർക്കാരിന് സിനിമയിലെ പവർ ഗ്രൂപ്പിന് മുന്നിൽ മുട്ടിടിച്ചു. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെ സർക്കാരിനും പേടിയോ? ഈ വിഷയമാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസ് നേതാവ് ശ്രീ വീണ എസ് നായർ,
WCCയുടെ ഭാരവാഹിയായ സംഗീത ജനചന്ദ്രൻ, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് MR അഭിലാഷ്, സംവിധായകൻ ബൈജു കൊട്ടാരക്കര എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ശ്രീമതി വീണ S. നായർ. ഇന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം വന്നപ്പോഴും പ്രതീക്ഷ കാര്യം തന്നെയാണ് അതിലുണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയും പറയുകയാണ് ആരും ഇക്കാര്യത്തിൽ വ്യക്തിപരമായി പരാതി നൽകിയിട്ടില്ല. അതാണ് ഈ കേസെടുക്കാത്തത് എന്താണ് എന്ന ഇതുവരെ ഉണ്ടായ വിമർശനങ്ങൾക്കും പരാതികൾക്കും ഉള്ള മറുപടി എന്ന് പറയുന്നത്. പക്ഷേ ഇത് എത്രമാത്രം വിശ്വാസത്തിലെടുക്കാൻ കഴിയും? ഇങ്ങനെയൊരു റിപ്പോർട്ട് ശരി പുറത്തുവിട്ടില്ല, അത് കോൺഫിഡൻഷ്യൽ ആക്കണമെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സാംസ്കാരിക വകുപ്പിന്. ശരി, അങ്ങനെ ഇരുന്നോട്ടെ. അന്നത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറും റിപ്പോർട്ടിൽ രഹസ്യ സ്വഭാവമുണ്ട്, അതിനാൽ തന്നെ പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചവർക്ക് ആ റിപ്പോർട്ട് കിട്ടിയുമില്ല. പിന്നെ അന്നത്തെ ഉത്തരവ് ഓവർറൂൾ ചെയ്തുകൊണ്ടാണല്ലോ പിന്നീട് കഴിഞ്ഞ മാസം റിപ്പോർട്ട് നൽകാമെന്ന പുതിയ ഉത്തരവ് വിവരാവകാശ കമ്മീഷനിൽ നിന്നുണ്ടായത്. ശരി, 4.5 വർഷം അങ്ങനെ കഴിഞ്ഞു പോയി എന്ന് കരുതാം. പക്ഷേ ഈ സർക്കാരിന് ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് 4.5 വർഷം കഴിഞ്ഞു. അപ്പോൾ സർക്കാർ വായിച്ചിട്ടുണ്ട്, മന്ത്രിമാർ ഈ റിപ്പോർട്ടിലെ കണ്ടന്റ് അറിഞ്ഞിട്ടുണ്ട്, ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടുണ്ട്, DGPക്ക് ഈ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു തടസ്സം എന്ന് ചോദിക്കുന്നതിൽ, കേസെടുക്കാൻ എന്തായിരുന്നു തടസ്സം എന്ന് ചോദിക്കുന്നതിൽ, നടപടിയെടുക്കാൻ എന്തായിരുന്നു തടസ്സം എന്ന് ചോദിക്കുന്നതിൽ നിയമപരമായി അറിവില്ലായ്മയുണ്ടോ? അങ്ങനെയാണല്ലോ ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്, മന്ത്രിമാരുൾപ്പെടെ. അങ്ങനെ ചോദിക്കുന്നവർക്ക് നേരെ ആ വിമർശനമാണല്ലോ ഉന്നയിക്കുന്നത്. അല്ല, മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ആത്യന്തികമായ ലക്ഷ്യം മലയാള സിനിമാ മേഖലയിലെ ചില ആളുകളുടെ, അവർക്ക് വേണ്ടപ്പെട്ട ചില ആളുകളുടെ മുഖത്തിൻ്റെ ആ മേക്കപ്പിൻ്റെ സൗന്ദര്യം മാഞ്ഞു പോകരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ താരങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിനേക്കാളും വലിയ താരങ്ങളായിട്ട് നമ്മളോടിപ്പോൾ വൈകിട്ടത്തെ പത്രസമ്മേളനത്തിലൂടെയൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറയേണ്ടി വരുന്നതിൽ സത്യത്തിൽ ഈ സംസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ വലിയ ഖേദമുണ്ട്. 4.5 വർഷം കോൾഡ് സ്റ്റോറേജിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിന് സർക്കാരിന് ഉത്തരം പറഞ്ഞേ തീരുകയുള്ളൂ. ഞാൻ 2 കാര്യങ്ങൾ പറയട്ടെ. ഈ മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ എന്ന് പറഞ്ഞ പ്രശസ്തമായ കവിതയുണ്ട്. നമ്മളത് ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ചില കാര്യങ്ങളെ പ്രതിപാദിച്ചുകൊണ്ടാണ് അത് എഴുതിയതെങ്കിലും സ്ത്രീകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുമായിട്ട് ചേർത്ത് ഞാൻ പറയാം, നിങ്ങൾ ഈ ചട്ടങ്ങൾ മാറ്റിയില്ലെങ്കിൽ, നിരന്തരം സ്ത്രീകളെ വഞ്ചിക്കുന്ന കേരള സർക്കാരിൻ്റെ നിലപാട് മാറ്റിയില്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ സ്ത്രീകൾ തെരുവിലിറങ്ങി മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കൈകാര്യം ചെയ്യുന്ന സാഹചര്യം സംജാതമാകും. ഒന്ന് ആലോചിച്ച് നോക്കൂ, 4.5 വർഷം കഴിഞ്ഞ 4.5 വർഷത്തിന് മുമ്പ് സബ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിലുള്ളത് 296 പേജിൽ 61ഓളം പേജുകൾ മാറ്റിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഹൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് മാത്രമാണ്. ഇന്നത്തെ പത്രങ്ങളിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പ്രധാന റിപ്പോർട്ടിൽ 296 പേജാണ് ഉണ്ടായിരുന്നത്. ഇതിൽ സ്വകാര്യതയെ ബാധിക്കുന്നു എന്ന പേരിൽ 48, 49 എന്നീ ഖണ്ഡികകളും 165 മുതൽ 169 വരെയുള്ള ഖണ്ഡികകളും ഒഴിവാക്കിയുള്ള ഖണ്ഡികകളാണ് ഇത് വന്നിട്ടുള്ളത്. കൂടാതെ 61 പേജുകളും പല ഭാഗങ്ങളിലായി സാംസ്കാരിക വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഒഴിവാക്കി. ഇത് ആരാണ് ഈ പരിശോധന നടത്തിയതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. സാംസ്കാരിക വകുപ്പാണ്. അതിനകത്ത് പക്ഷേ ഹൈക്കോടതിയും അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണല്ലോ, ഈ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഇത്തരം ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന്. കാരണം വിവരാവകാശ കമ്മീഷണർ അങ്ങനെ ഒരു ഉത്തരവിട്ടപ്പോൾ മുൻ വിവരാവകാശ കമ്മീഷണർ അതുപോലും അനുവദിച്ചിരുന്നില്ല. റിപ്പോർട്ട് കോൺഫിഡൻഷ്യൽ ആണെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ ഇങ്ങനെ ഒരു ഉത്തരവിട്ടത് കൊണ്ടാണല്ലോ ഈ റിപ്പോർട്ട് ഇപ്പോൾ വെളിച്ചം കണ്ടത്. അതിനെ ഹൈക്കോടതി സാധൂകരിക്കുകയും ചെയ്തിരുന്നു. ഹൈക്കോടതിയുടെ സിംഗിൾ ജഡ്ജിയും പറഞ്ഞിരുന്നു ഈ ഭാഗങ്ങൾ ഒഴിവാക്കിക്കോളൂ എന്ന്. അങ്ങനെ വരുമ്പോൾ സർക്കാരിന് അക്കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഇതാണല്ലോ, ഈ കേസെടുക്കുന്നതിലും ഈ മറ്റ് നടപടികളിലേക്ക് പോകുന്നതിലും ശുപാർശകൾ നടപ്പാക്കുന്നതിലും എന്തായിരുന്നു പരിമിതിയുള്ളതിലേ ഉള്ളൂ. ഈ കോൺഫിഡൻഷ്യൽ അതുപോലെ തന്നെ രഹസ്യാത്മകത സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഇരകളുടെ രഹസ്യാത്മകത സൂക്ഷിക്കുക എന്നുള്ളത് പ്രധാനം തന്നെയാണല്ലോ. അവിടെയാണ് ഞാൻ പറയുന്നത്, ഒരു ലൂപ്പ് ഹോള് കണ്ടുപിടിച്ച്
അതാണ് ഇതിന്റെ എൻറ്റയർ സ്റ്റോറി എന്ന് വരുത്തി തീർക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അതിതന്ത്രപരമായിട്ട് ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഹേമ കമ്മിറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാത്രമേ ഇതിൽ പുറത്തുവിടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. സ്വകാര്യതയെ മാനിക്കണം. ആരുടെ സ്വകാര്യത? വേട്ടക്കാരന്റെ സ്വകാര്യതയാണ് മുഖ്യമന്ത്രി ഇവിടെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. വേട്ടക്കാരന്റെ സ്വകാര്യതയെക്കുറിച്ചാണ് സംസ്ഥാന സർക്കാർ കൺസേൺഡ് ആയിട്ടുള്ളത്. ഇരകളുടെ സ്വകാര്യതയല്ല. ഒരിക്കലും ഒരു ഇരയുടെയും ഒരു അട്രോസിറ്റിയിലോ അല്ലെങ്കിൽ ഒരു സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനിലോ ഇരയാവുന്ന സ്ത്രീയുടെ പേര്, വിവരങ്ങൾ അവർ പരാതി കൊടുത്താലും മൊഴി കൊടുത്താലും അത് പുറത്തുവിടില്ല എന്നുള്ളത് മാധ്യമങ്ങൾക്കും നമ്മളെപ്പോലുള്ള പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പൊ സർക്കാർ ഇവിടെ മൂടി വെക്കാൻ ശ്രമിക്കുന്നത് ഇരയുടെ പ്രൈവസി അല്ല, ഇരയുടെ പ്രൈവസിയെ കുറിച്ചുള്ള കൺസേൺ അല്ല. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് താരങ്ങളുടെ മുഖത്തുള്ള മേക്കപ്പിന്റെ മിനുക്കുണ്ട്, ആ സൗന്ദര്യം അങ്ങനെ തന്നെ നിൽക്കണം എന്നുള്ളതാണ് ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഇനി 2-3 കാര്യങ്ങൾ കൂടി പറയട്ടെ. ഇത് ഒരു കോഗ്നിസബിൾ ഒഫൻസ് ആണ്. ഇപ്പോൾ പോക്സോ അടക്കമുള്ള വളരെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു റിപ്പോർട്ടാണ് 4.5 വർഷം മുമ്പ് ടേബിൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് മുഖ്യമന്ത്രിക്ക് മുമ്പിൽ. ആഭ്യന്തര വകുപ്പിന്, സംസ്ഥാനത്തെ പോലീസിന് കൃത്യമായി നടപടിയെടുക്കാം. ഇറ്റ് ഇസ് എ കോഗ്നിസബിൾ ഒഫൻസ്. ഒരു കോഗ്നിസബിൾ ഒഫൻസിനെ കുറിച്ചുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നതേ ഒരു ഫസ്റ്റ് ഇൻഫർമേഷനായി കണക്കാക്കിക്കൊണ്ട് സർക്കാർ അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യണമായിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത് എന്താണ്? ഈ 62 പേരിൽ ഒരാൾ പരാതി തരണം എന്നുള്ളതാണ്. ഇനി ഒരു വാദത്തിന് മുഖ്യമന്ത്രി എന്ന ആഭ്യന്തരമന്ത്രി പറയുന്ന ഈ കാര്യത്തെ നമ്മൾ സമ്മതിച്ചു കൊടുക്കാം. ഈ 62 പേരിൽ ഒരു വനിതയെങ്കിലും വ്യക്തിപരമായി കണ്ടുകൊണ്ട് നിങ്ങൾ ധൈര്യമായി ഈ പരാതി ഞങ്ങൾക്ക് തരൂ, സംസ്ഥാന സർക്കാർ, ഞാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ്, ഞാൻ നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയാണ്, എൻ്റെ ജോലിയാണ് നിങ്ങളുടെ ജീവനും സ്വത്തിനും പ്രൊട്ടക്ഷൻ തരേണ്ടത്. ഇൻഫാക്ട് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്, ആഭ്യന്തരമന്ത്രി നമ്മുടെ ഓരോരുത്തരുടെയും ജീവന്റെയും സ്വത്തിൻ്റെയും ഗാർഡിയനാണ്. ഞാൻ നിങ്ങളെ സംരക്ഷിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഏതെങ്കിലും ഒരു വനിതയെ കൺവിൻസ് ചെയ്യാൻ ഈ സർക്കാർ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടോ? കൂടാതെ ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഒരു കാപട്യം ഇന്ന് രാവിലെ മുതൽ പല രാഷ്ട്രീയ നേതാക്കളുടെ, അതിൽ ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രിയുണ്ട്, ഭൂമിക്ക് മുകളിൽ സൂര്യന് താഴെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയുന്ന ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി, ഇപ്പൊ ഇലക്റ്റഡ് അംഗമായിരിക്കുന്ന സുരേഷ് ഗോപി, അദ്ദേഹം രാവിലെ മുതൽ ഉച്ചവരെ അദ്ദേഹത്തിന് ഇതിനകത്ത് പ്രതികരിക്കാൻ ഒന്നുമില്ലായിരുന്നു. വൈകിട്ടായപ്പോൾ എന്താണ് അടുത്ത സ്റ്റെപ്പ് സർക്കാർ എടുക്കുന്നതെന്ന് നോക്കട്ടെ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ചില കമന്റുകൾ ടെലിവിഷനിൽ കാണാൻ സാധിച്ചു. മുൻ മന്ത്രി AK ബാലൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടതാണ്. ശ്രീ സജി ചെറിയാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടതാണ്. എത്ര നിസ്സംഗമായിട്ടാണ് ഗണേഷ് കുമാർ പറയുന്നത്. ഇതുപോലത്തെ കാര്യങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ഒരു റെസ്പോൺസിബിൾ മിനിസ്റ്റർ ഇതുപോലുള്ള ഏത് പ്രശ്നത്തെക്കുറിച്ചും, ഒരു സ്ത്രീ ചൂഷണം ചെയ്യപ്പെടുന്ന വിഷയത്തെക്കുറിച്ച് അറിവ് വന്നു കഴിഞ്ഞാൽ, അത് എനിക്ക് വന്നു കഴിഞ്ഞാൽ പോലും അത് നിയമത്തിന് മുന്നിൽ രേഖപ്പെടുത്താൻ ഞാൻ അടക്കമുള്ളവർ ബാധ്യസ്ഥരായിട്ടുള്ള ഒരു നിയമ സംവിധാനത്തിന് കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് സംസ്ഥാനത്തെ അനവധി തവണ MLA ആയ മന്ത്രിയൊക്കെ ആയിട്ടുള്ള ഒരാൾ പറയുന്നത് ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ പലതും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നുള്ളത്. എത്ര ലാഘവത്തോടു കൂടിയാണ് ഇവരിതിനെ കാണുന്നതെന്ന് മനസ്സിലാക്കുക. ഈ സംസ്ഥാനത്ത് സിനിമാ മേഖലയിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങളിലെ ക്രൈം എക്സിക്യൂട്ടറും സർക്കാരും തമ്മിലുള്ള നെക്സസ് ആണ് കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഇത് കോൾഡ് സ്റ്റോറേജിലായതിന് പിന്നിലുള്ള കാരണവും ഇതിലുള്ള പേര് വിവരങ്ങൾ പുറത്തു വരാത്തതിനുള്ള കാരണം. ഇതിൽ ഇരയുടെ പ്രൈവസി സംരക്ഷിക്കുക എന്നുള്ളതല്ല ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഇതിൽ താരങ്ങളുടെ പവർ ലോബിയുടെ പേരുകൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഞാൻ ഇടപെടുകയാണ് ശ്രീമതി വീണ എസ് നായർ. ഇപ്പോൾ അഡ്വക്കേറ്റ് MR അഭിലാഷ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് MR അഭിലാഷ്, പരാതി ആർക്കും ഉണ്ടായിരുന്നില്ല, ഒരു പരാതിയും കിട്ടിയിട്ടില്ല. ഇപ്പോഴും നിലപാട് അതാണ്, പരാതി കിട്ടിയാൽ ഈ വിഷയത്തിൽ കേസെടുക്കും. ബാക്കി സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന ഒരു കോൺക്ലേവ് നടത്തുക എന്നുള്ളതാണ്, ഈ ശുപാർശകൾ നടപ്പാക്കാൻ. അത് വിവിധ സംഘടനകളുടെ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്താനാണ് സിനിമയിലുള്ള. ഇത് ഈ പരാതി കിട്ടിയില്ല, അതുകൊണ്ട് മറ്റ് നിയമ നടപടികളിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള സർക്കാരിൻ്റെ വാദം, അത് എത്രമാത്രം അംഗീകരിക്കാൻ പറ്റുന്നതാണ്? മന്ത്രിമാർ പോലും ഇക്കാര്യമാണ് പറയുന്നത്. ശ്രീ മഞ്ജുഷ്, പരാതി കിട്ടിയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ മുൻപോട്ട് പോകുക, അല്ലെങ്കിൽ നടപടി തുടങ്ങാൻ കഴിയില്ല എന്ന് പറയുന്നത് നിലനിൽക്കുന്നതല്ല. പരാതി ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഇതൊരു കോഗ്നൈസബിൾ ഒഫൻസ് ആണ്.
അതിനകത്തെ ഇര തന്നെ കൊണ്ട് കൊടുക്കണമെന്നില്ല. ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞു കേൾക്കുന്നതും റിപ്പോർട്ടിൽ എനിക്ക് നേരിട്ട് വായിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 354 IPC ഉൾപ്പെടെയുള്ള സ്ത്രീത്വത്തിനെതിരെയുള്ള ഒഫൻസ് 5 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒഫൻസ് ഉൾപ്പെടെ അതിനകത്തുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്ന സ്ഥിതിക്ക് ഇതിനകത്തൊരു FIR ഇടുന്നതിന് ഇതിനകത്ത് പോയി പറയണമെന്നില്ല. പക്ഷേ FIR ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മൊഴി കൊടുത്തിട്ടുള്ള വ്യക്തികൾ അവർ സ്വമേധയാ വന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോടോ പോലീസിനോടോ ഇത് സംബന്ധിച്ചിട്ടുള്ള മൊഴി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ കേസിന് മുന്നോട്ടുള്ള അധികം സാധ്യതകൾ ഇല്ല. കാരണം നമുക്കറിയാം, സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഈ റിപ്പോർട്ട് പുറത്തു വരികയുണ്ടായിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണ പ്രകാരവും സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ തീരുമാനപ്രകാരവും അതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അഫേം ചെയ്തിരിക്കുന്നത്. സ്വകാര്യതയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡാക്ട് ചെയ്തിട്ടുണ്ട്. ആ രണ്ടാമത്തെ വോളിയൂം പുറത്തു വന്നിട്ടുമില്ല. എന്നതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ തുടങ്ങി വെക്കുവാൻ FIR വരെയും രജിസ്റ്റർ ചെയ്യുവാൻ കഴിയും. പക്ഷേ മുൻപോട്ട് പോകുമ്പോൾ ഇരകളായിട്ടുള്ള വ്യക്തികൾ പോലീസിനെ സമീപിച്ച് ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, അവരുടെ അനുഭവം പറയുന്നില്ല, സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല. പിന്നെ ഇന്ത്യയിലെമ്പാടും സ്ത്രീകൾക്കെതിരെ സിനിമാ രംഗത്ത് ചൂഷണം നിലനിൽക്കുമ്പോഴും കേരളത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതുപോലെ സ്ത്രീ ശാക്തീകരണ പ്രക്രിയയുമായി അഭിനേത്രികളുടെ സംഘടന അഭിനേത്രികൾ ഒത്തുകൂടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ കേരളത്തിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യക്കെമ്പാടും ഒരു മോഡലായി അത് വർത്തിക്കുകയുണ്ടായി. പക്ഷേ അതിനെ സംബന്ധിച്ച് പിന്നീട് ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് ഇത് വിവരാവകാശ നിയമപ്രകാരം പുറത്തു വരുന്നത് വരെ സർക്കാരിന്റെ ഭാഗത്ത് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കുറച്ച് ഖേദകരമാണ്. നടപടി എടുക്കുവാൻ കഴിയും, FIR ഇടുവാൻ കഴിയും, നടപടിക്രമങ്ങൾക്ക് തുടക്കമിടുവാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഇതിനകത്ത് ഞാൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ രണ്ടിനെയും കൂട്ടിക്കുഴയ്ക്കുന്നുണ്ടോ സർക്കാർ? ഇപ്പോൾ റിപ്പോർട്ട് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ജസ്റ്റിസ് ഹേമ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അന്ന് 2020 തന്നെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും ഇക്കാര്യത്തിൽ ഒരു ഉത്തരവ് തന്നെ ഇറക്കിയിട്ടുണ്ട്, ഒരു നിർദ്ദേശം തന്നെ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അന്ന് ആവശ്യപ്പെട്ടവർക്ക് ഇതിൻ്റെ കോപ്പി നൽകാതിരുന്നത്. അപ്പോൾ അത് സർക്കാർ പറയുന്നുണ്ട് ഇപ്പോഴും ഇത് കോൺഫിഡൻഷ്യൽ ആണ് എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇതിൽ മറ്റു നടപടികളിലേക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനെയാണല്ലോ സർക്കാർ ഇതിനെ ബന്ധിപ്പിച്ചു കൊണ്ടുപോകുന്നത്. അതിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതാണോ? ഇല്ല, കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ളത് ഈ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവർ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായി സംവദിക്കുവാനും അവരോട് അനുഭവം ഷെയർ ചെയ്യുവാനും പറയുന്ന അവസരത്തിലെല്ലാം എൻഷുർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കോൺഫിഡൻഷ്യാലിറ്റി. അത് വളരെ പ്രസക്തവുമാണ്. കാരണം ഈ കുറ്റാരോപിതനായ വ്യക്തിയുടെ പേര് പുറത്തു പറഞ്ഞാൽ പോലും ഇതിനകത്ത് ഇരയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുരനുഭവം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ പ്രകടമായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പൊ സർക്കാരിന്റെ കോൺഫിഡൻഷ്യാലിറ്റിയെ കുറിച്ചുള്ള കൺസേൺ വളരെ ഗൗരവകരമായിട്ട് തന്നെ നാം കാണേണ്ടതായിട്ടുണ്ട്. കാരണം വിഷയങ്ങൾ ഒരു ഇരയായി മാറിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ വിഷയം നിയമപരമായി അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുവാൻ അവർക്ക് വിധിയോ താല്പര്യക്കുറവുണ്ടെങ്കിൽ, മൈനർ അല്ല എന്ന് ഓർക്കണം, ഇങ്ങനെയുള്ള അഭിനേത്രികൾ അവരെല്ലാം മേജർ ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു നടപടിക്രമത്തിലേക്ക് കടക്കുവാൻ അവർക്ക് വൈമുഖ്യമുണ്ട് എങ്കിൽ അവരുടെ സ്വകാര്യത മാനിക്കാതെ അതിലേക്ക് കടന്നു കയറി ഒരു നിയമ പ്രക്രിയയുമായി മുൻപോട്ട് പോവുകയാണെങ്കിൽ അവിടെ വീണ്ടും ഇര സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അന്വേഷണം ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് എന്റെയും അഭിപ്രായം. പക്ഷേ സ്വകാര്യത എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ആ ഇരയ്ക്കും ഭരണഘടനാപരമായിട്ട് മൗലിക അവകാശമായിട്ട് സ്വകാര്യത ഉള്ളതുകൊണ്ടും ആ സ്വകാര്യത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം പോലും ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയല്ല. ഇറ്റ്സ് ഓൺലി എ മിനിസ്റ്റീരിയൽ ഡിസിഷൻ. മിനിസ്റ്റീരിയൽ മന്ത്രി തലത്തിലുണ്ടായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കമ്മിറ്റി മാത്രമാണ്. ആ കമ്മിറ്റിയുടെ മുൻപിൽ കൊടുത്തിട്ടുള്ള മൊഴികൾക്കൊന്നും തന്നെ തെളിവ് മൂല്യമില്ല. ഇരകൾക്ക് പ്രത്യേക സംരക്ഷണം പോലും കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ടിൽ കിട്ടുന്ന തരത്തിൽ ഇവിടെ കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ കിട്ടുകയില്ല. കാരണം സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് റെഗുലേറ്റ് ചെയ്യപ്പെട്ട ഒരു കമ്മിറ്റി അല്ല. എന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇരയെ സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കണം ഏറ്റവും പ്രൈമായിട്ടുള്ള കൺസേൺ. ഇരയായി മാറ്റപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുൻപോട്ട് വന്ന് ഈ അനീതിക്കെതിരെ പോരാടുവാൻ അല്ലെങ്കിൽ മൊഴി കൊടുക്കുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ അതുമായിട്ട് മുൻപോട്ട് പോകണം. ഇതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് നോക്കുമ്പോൾ തന്നെയും സമഗ്രമായിട്ട് സ്ത്രീ നേരിടുന്ന ഡിസ്ക്രിമിനേഷൻ, എല്ലാ തലത്തിലും സിനിമയിൽ നേരിടുന്ന ആ ഡിസ്ക്രിമിനേഷനെതിരെയാണ് ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതിനകത്ത് സ്ത്രീ സുരക്ഷ ഉൾപ്പെടെയുള്ള നടപടികളിൽ
കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. കേസെടുത്ത് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അത് ആർക്കും കൊടുക്കാം. ഒരു കോഗ്നൈസബിൾ ഒഫൻസിനെ സംബന്ധിച്ച് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോലീസിന്റെ അടുത്ത് പോയി അത് സംബന്ധിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട്. ശരി, ശ്രീ എം ആർ അഭിലാഷ്. ഇപ്പോൾ ശ്രീ ബൈജു കൊട്ടാരക്കര കൂടി ചേരുകയാണ്, നടൻ സംവിധായകനായ ബൈജു കൊട്ടാരക്കര. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇപ്പോൾ ഈ സിനിമയിലെ പവർ ഗ്രൂപ്പിനെ പറ്റി അങ്ങനെ തന്നെയുള്ള പരാമർശം ഈ റിപ്പോർട്ടിലുണ്ട്. പേരുകളില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് 2019 കൊടുത്ത റിപ്പോർട്ടായതുകൊണ്ട് ആ കാലഘട്ടത്തിൽ 2017 മുതൽ 19 വരെയുള്ള കാലഘട്ടത്തിൽ നടത്തിയ തെളിവെടുപ്പിലാണ് ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ അതിനും 10 വർഷമെങ്കിലും മുൻപ് മുതലുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഈ മൊഴികളായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ആ ഒരു കാലയളവിലുള്ള ഈ പവർ ഗ്രൂപ്പിനെ പറ്റിയുള്ള പ്രതിപാദ്യം ഉള്ളത്. ഈ പവർ ഗ്രൂപ്പ് താങ്കൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ ആരൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പിൽ ഉള്ളത് എന്ന്. അതിൽ ഈ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ ചില സൂചനകളും കിട്ടുന്നുണ്ട്. പക്ഷേ വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരല്ലെങ്കിൽ എന്നുള്ള കാര്യം പറയാം. ഇതിൽ സംശയത്തിൻ്റെ നിഴലിൽ എല്ലാവരും നിൽക്കുന്നു എന്നത് വാസ്തവമാണ്, പേരുകൾ ഇല്ലാത്തതിനാൽ. ഈ പവർ ഗ്രൂപ്പ് ഇപ്പോഴും സിനിമയിൽ സജീവമാണോ? ഇതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നവരാണോ? അതായത് ഈ മാഫിയ സംഘം എന്ന് ഒരു പ്രധാനപ്പെട്ട നടൻ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യം, അത് ഞാൻ പറയാം, തിലകൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മാഫിയ സംഘം പ്രവർത്തിക്കുന്നു എന്ന്. അത് ഈ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. തിലകൻ്റെ പേര് പറയാതെ തന്നെയുണ്ട് ഈ മാഫിയ സംഘം എന്ന് ഒരു പ്രമുഖ നടൻ പ്രതിപാദിച്ചതാണ് എന്ന കാര്യം പറയുന്നുണ്ട്. അത് മറ്റുള്ളവർ മൊഴികളായി കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതേ സംഘം തന്നെയാണോ ഇപ്പോഴും സിനിമയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതേ കാര്യങ്ങൾ അവർ തുടർന്നു കൊണ്ടിരിക്കുകയാണോ? ഏതാണ്ട് 2005, 2006 കാലഘട്ടം മുതൽ ഒരു സംഘം സിനിമയിൽ പ്രവർത്തിച്ചു തുടങ്ങി മഞ്ജുഷ്. ആ സംഘം തന്നെ ഇന്നും അതേ ലെവലിൽ നിലവിലുണ്ട്. അതിൽ ചില ആളുകളൊക്കെ കേസിൽ പെട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ചില ആളുകൾക്ക് കേസുണ്ട്, ചില ആളുകളുടെ പേരിൽ കേസ് ഫയൽ ചെയ്തിട്ട് അതൊന്നും അല്ലാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു പാഷന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു കഴിവിന്റെ പുറത്ത് ഒരു സിനിമയിൽ ഒരു പെൺകുട്ടി അഭിനയിക്കാൻ വരുമ്പോൾ ഈ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുക, ഈ പെൺകുട്ടിയെ പേടിപ്പിക്കുക, ഇതിനെ പേടിപ്പിച്ച് വിടുക, ഞങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ സിനിമയിൽ അവസരം തരില്ല എന്ന് പറയുക. ഇനി അഥവാ അതല്ല, നീ വന്നില്ലെങ്കിൽ ഇപ്പൊ ചാനലിൽ പറയാമെന്ന് പോലും എനിക്കറിയാൻ വയ്യ, നിന്റെ അമ്മയായാലും മതി എന്ന് പറഞ്ഞ ആളുകൾ വരെ മലയാള സിനിമയിലുണ്ട്. ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഇറങ്ങിയിട്ടുണ്ട് മലയാള സിനിമയിൽ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നലെ ഇറങ്ങിക്കഴിഞ്ഞത് മുതൽ ഒരു ഗ്രൂപ്പ് സജീവമായിട്ടുണ്ട് മലയാള സിനിമയിൽ. ആ ഗ്രൂപ്പിന്റെ പണി എന്ന് പറയുന്നത് ചിലരെ വെളുപ്പിക്കാൻ വേണ്ടി, അതായത് ഈ 15 അംഗ മാഫിയ സംഘത്തെ വെളുപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി, ഒന്ന് പൊതിഞ്ഞു വെക്കാൻ വേണ്ടി ചില ന്യായീകരണങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇത് പണ്ട് മുതലേ സിനിമയിലുള്ളതാണ്. ഒരുത്തൻ ഇരുന്ന് പറയുന്നത് കേട്ടു, നടി ശാരദയ്ക്ക് ചോദിച്ചാൽ അറിയാമല്ലോ ഇതൊക്കെ സാധാരണയാണെന്ന്. ഒരുത്തൻ പറഞ്ഞതാണെന്നൊരു ചാനലില്. അതായത് നടി ശാരദയ്ക്ക്, ഇതിന്റെ കമ്മീഷൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ശാരദ എന്ന നടിക്ക് ചോദിച്ചാൽ അറിയാം ഇതൊക്കെ പണ്ട് മുതലേ ഉള്ള കാര്യമായിരുന്നു, അവർക്കത് പറഞ്ഞുകൂടെ എന്നായിരുന്നു ഒരാൾ ചോദിച്ചത്. അപ്പൊ ഇവർക്കിത് നിർത്താനൊന്നും പാടില്ല, ഇവർ നിർത്തൂല്ല. ഇത് നിർത്തണമെങ്കിൽ സർക്കാർ ഈ പേരുകൾ പുറത്തുവിടണം. ഞാനും സിനിമയുടെ ചോറിന് ജീവിക്കുന്ന ആളാണ്. വർഷങ്ങളായി സിനിമയ്ക്കകത്ത് 10-15 വർഷമായി മലയാള സിനിമയിൽ സജീവമായിട്ട് തന്നെ ഉണ്ടായിരുന്ന ആളാണ്. ഇവരുടെ ഈ ക്രൂര കൃത്യത്തിന് ഇരയായ ഒരാളോടാണ് ഞാനും വിനയനും തിലകനും അടക്കമുള്ള ആളുകൾ. മലയാള സിനിമയിൽ മാക്ട ഫെഡറേഷൻ എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയെ തകർത്തത് അവിടെ തുളസീദാസ് എന്ന് പറഞ്ഞത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഒരുപാട് ചർച്ച ചെയ്തതാണ്. അന്ന് വിനയൻ ഉൾപ്പെടെയുള്ള ആളുകളെ, വിനയനെയും എന്നെയും തിലകനെയും ഇതിനനുകൂലമായി നിന്ന ആളുകളെ മുഴുവൻ അപ്രഖ്യാപിത വിലക്ക് കൊണ്ട് അവർ നേരിട്ടു. ഞാൻ തന്നെ അന്ന് ഏതാണ്ട് 6ഓളം സിനിമകൾക്കാണ് അഡ്വാൻസ് വാങ്ങിയിരുന്നത്. ആ സിനിമകളൊന്നും നടന്നില്ല. വിനയന് കുറെ കാലം സിനിമയിലാ നടന്നു. ഈ തിലകൻ എന്ന് പറഞ്ഞ മഹാനടൻ ഏറ്റവും ഒടുവിൽ നാടകം കളിക്കാൻ വരെ പോകേണ്ട അവസ്ഥ വന്നു. അമ്പലപ്പുഴ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു CPIയുടെ നേതാവുമൊക്കെയാണ്. ആ മനുഷ്യനാണ് അവിടെ ഒരു നാടക സമിതി ഉണ്ടാക്കി തിലകനെ അതിൽ സംരക്ഷിച്ചത്. അപ്പൊ ഈ പെൺകുട്ടികളുടെ കാര്യം പറയണോ? എനിക്കൊരിക്കലും ഒരു രാത്രി ഒരു ഫോൺ വന്നിരുന്നു തേക്കടയിൽ നിന്ന്, ഒരു പെൺകുട്ടിയുടേതാണ്, ഒരു മേക്കപ്പ് അസിസ്റ്റന്റിന്റെ. ഞാൻ മാക്ട ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയം ആ ഫോൺ വന്നു, മറ്റൊന്നുമല്ല, അവിടെ രാത്രിയിൽ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു ആ സിനിമയുടെ നിർമ്മാതാവും ആ പ്രൊഡക്ഷൻ കൺട്രോളറും. ഞങ്ങൾ ആ സമയം തന്നെ അന്നേരം നേരെ അവിടെ യൂണിയനെ വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞത് ആ കൊടുക്കുക, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പരിപാടികളേ ഉള്ളൂ. അത് കേസായി, അത് പ്രശ്നമായി. ആ ലൊക്കേഷനിൽ അവസാനം അവര് സാഷ്ടാംഗ പ്രണാമം വീഴേണ്ട അവസ്ഥയിലേക്ക് വന്നു ഈ പെൺകുട്ടിയുടെ കൂടെ. പക്ഷെ അങ്ങനെ എല്ലാവർക്കും ധൈര്യം കിട്ടിയെന്ന് വരത്തില്ല. പലരും
ഒന്നോ രണ്ടോ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സിനിമയിലേക്ക് ചെല്ലണമെങ്കിൽ അല്ലെങ്കിൽ ഫീൽഡിൽ നിൽക്കണമെങ്കിൽ അവളുടെ മാനം കളയണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവർ കൊണ്ടെത്തിച്ചു. ബൈജു 136-ാമത്തെ പേജ് വളരെ നിർണായകമാണ്. 136-ാമത്തെ പേജ് ബൈജു കൊട്ടാരക്കര, ഈ റിപ്പോർട്ടിന്റെ 136-ാമത്തെ പേജ്. ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ താങ്കൾ ഈ പറഞ്ഞ ഈ മാഫിയ സംഘം എന്ന് ഒരു പ്രമുഖ നടൻ, അത് തിലകനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് തിലകന്റെ മകൾ തന്നെ സോണിയ തന്നെ പരസ്യമായിട്ട് ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. തിലകൻ അനുഭവിച്ച വേദന. അതിൽ 136-ൽ 269-70 ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ മാഫിയ സംഘം എന്ന പേരിൽ ഈ ഗ്രൂപ്പിനെ, ഈ പവർ ഗ്രൂപ്പിനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഒരു പ്രമുഖ നടൻ അനുഭവിച്ച വേദനകളാണ്, വിലക്കുകളാണ്. അതിനുശേഷം 270-ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ഇതേ നടൻ തന്നെ സീരിയലിൽ അഭിനയിക്കാൻ പോയപ്പോൾ അവിടെ സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ, ആ ആത്മയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു പ്രമുഖ അഭിനേതാവാണ്. ആ അഭിനേതാവിൻ്റെ നേതൃത്വത്തിൽ അവിടെ വീണ്ടും വിലക്ക് വരികയാണ്, ഇക്കാര്യവും പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെയും ദുരനുഭവം നേരിടേണ്ടി വന്നു എന്ന്, അതായത് സിനിമയിലും പിന്നെ സീരിയലും ദുരനുഭവം നേരിടേണ്ടി വന്നുവെന്ന് നമ്മൾ നേരിട്ട് കണ്ട കാഴ്ചകളാണല്ലോ ഇതൊക്കെ ബഹുമാനപ്പെട്ട തിലകൻ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ ആത്മയുടെ പ്രസിഡന്റ് ആരാണ് എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ്. യൂത്ത് കോൺഗ്രസ്സുകാർ ഇന്ന് ആ പേര് തന്നെ വെളിപ്പെടുത്തി. മന്ത്രി KB ഗണേഷ് കുമാർ വിനയൻ പറഞ്ഞു ഈ പവർ ഗ്രൂപ്പിൽ ഒരു സംസ്ഥാന മന്ത്രി ഉണ്ട് എന്നുള്ള കാര്യം. ആർക്കും സംശയമില്ലല്ലോ സിനിമയിൽ അഭിനയിക്കുന്ന സംസ്ഥാന മന്ത്രി ആരാണ് എന്ന കാര്യത്തിൽ. അപ്പോൾ ഈ റിപ്പോർട്ടിൽ ഈ പറയുന്ന പോലെ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട് എന്ന് തന്നെ കരുതുക. അങ്ങനെയാണെങ്കിലും ഈ പേരുകൾ ഉള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് സർക്കാർ മടിക്കുന്നു? ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വൈരുദ്ധ്യം താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ഈ റിപ്പോർട്ടിൽ? ഒരിക്കലുമില്ല മഞ്ജുഷ. അതായത് അത് തന്നെയാണ് എന്റെയും ചോദ്യം. ഈ പേരുകൾ ഇത്രയും സർക്കാരിന്റെ കയ്യിലിരുന്നിട്ട് ഈ 4.5 വർഷത്തോളം ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിട്ട് അതിനെ വെളി അടയിരിക്കുകയായിരുന്നു. അന്ന് വരെ പുറത്തു വന്നിട്ടില്ല. ഇനി മഞ്ജുഷയ്ക്ക് അറിയാൻ ഞാനൊരു കാര്യം പറയാം. ഈ റിപ്പോർട്ട് ഇന്നലെ അല്ല പുറത്തു വന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നത് 3 മാസങ്ങൾക്ക് മുമ്പാണ്. ഈ 3 മാസങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയിൽ തന്റെ പേരുണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന ചില ആളുകൾ ഇത് സാംസ്കാരിക വകുപ്പിൽ നിന്ന് ചോർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു അറിവ്. അങ്ങനെയെങ്കിൽ അതിനെ മറികടക്കാനാണ് ഇവര് ഒരു സജിമോൻ പാറയിൽ എന്ന് പറയുന്ന ആരും അറിയാത്ത ഒരു മനുഷ്യൻ, കാട്ടുമാക്കാൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ് അയാൾ ചെയ്തത്. ആ സിനിമയുടെ 2 ദിവസം മുമ്പ് തിയേറ്ററിലോടാത്ത ഒരു സിനിമ ആ സജിമോൻ പാറയിലെ കൊണ്ട് ഹർജി ഒടിപ്പിച്ചു. അയാളുടെ മാന എവിടെയാണ് ഇടിഞ്ഞു വീണത്? സജിമോൻ പാറയിലെ. അത് കഴിഞ്ഞിട്ടാണ് നടി രഞ്ജിനിക്ക് എന്തായിരുന്നു ഇതിനകത്ത് കാര്യം? പിന്നെ വേറൊരു കാര്യം, ഇന്നലെ രഞ്ജിനിക്ക് വേണ്ടി ആരാണ് സുപ്രീം കോടതിയിലെ ഒരു അഡ്വക്കേറ്റ് 1 മണിക്കൂറിന് 25 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന മുകുൾ റോത്തഗി എന്ന് പറയുന്ന ആ അഭിഭാഷകൻ, കപിൽ സിബലിന്റെ മകൻ, ഇവർ രണ്ടുപേരും കൂടി അവര് വന്നിട്ടില്ല കേട്ടോ. അത് തെറ്റായ ഒരു റിപ്പോർട്ടായിരുന്നു. അവരല്ല, ആ വലിയ അഭിഭാഷകർ രഞ്ജിനിക്ക് വേണ്ടി ഹാജരായിരുന്നില്ല. അത് ആ സമയത്തെ തെറ്റായ ഒരു റിപ്പോർട്ടായിരുന്നു. പക്ഷെ താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പിൽ നിന്ന് ചോർന്നിരുന്നു, പ്രമുഖർ ഇത് കണ്ടിരുന്നുവെന്ന്. ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണോ താങ്കൾ ഇക്കാര്യങ്ങൾ പറയുന്നത്? ഞാൻ അറിഞ്ഞ കാര്യമാണ് ഞാൻ പങ്കുവച്ചത്. അല്ല, അറിഞ്ഞ കാര്യമല്ല, അത് കൃത്യമായിട്ട് താങ്കൾക്ക് ബോധ്യമുണ്ടോ? താങ്കൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാണോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന്? മഞ്ജുഷെ, ഏറ്റെടുക്കാൻ തയ്യാറായി കുരിശു വെക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഹൈക്കോടതി തന്നെ പല പ്രാവശ്യം കയറി ഇറങ്ങിയതാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ നിൽക്കുന്നില്ല. പക്ഷേ ഈ റിപ്പോർട്ട് ചോർന്നു എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കി അന്വേഷിക്കട്ടെ. ഈ റിപ്പോർട്ട് എങ്ങനെ ചോർന്നു, എങ്ങനെയാണ് സജിമോൻ പാറയിലിനെയും രഞ്ജിനിയെയും കൂടി ഈ കേസിനകത്ത് ഉൾപ്പെടുത്തിയത്? അവരുടെ ഫോണുകളുണ്ടല്ലോ, അതെടുത്തൊന്ന് CDR എടുത്തൊന്ന് പരിശോധിക്കട്ടെ. ആ CDR പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുമല്ലോ ഇത് എങ്ങനെയാണ് ചോർന്നത്, ആരൊക്കെയാണ് അവരെ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നതെന്ന്. പിന്നെ മഞ്ജുഷേ, ഇതിനകത്ത് ഈ സംഭവങ്ങൾ ഓരോന്ന് കേൾക്കുമ്പോഴും സിനിമയ്ക്കകത്തുള്ള എല്ലാവർക്കും അറിയാം ഇത് ആരൊക്കെയാണെന്നുള്ളത്. ഒരു ഷോട്ടിന് വേണ്ടി 18 ഒരു ഷോട്ട് ക്ലിയർ ആയില്ല അല്ലെങ്കിൽ ഓക്കെ ആയില്ല എന്ന് പറഞ്ഞ് 17 പ്രാവശ്യം ഒരു പെൺകുട്ടിയെ കൊണ്ട് ലൊക്കേഷനിൽ നാണം കെടുത്തിച്ചു. തുണിയില്ലാതെ ഹോട്ടലിലൂടെ ഓടിയ കഥയുണ്ട് മലയാള സിനിമയിൽ. ഡക്ടനായി കിടക്കുന്ന പിന്നെ നായക നടനെ കുളിപ്പിക്കുന്ന നായികമാരുണ്ടായിരുന്നു. അറിയാമോ നിങ്ങൾക്ക്? ഇതൊക്കെ മലയാള സിനിമ സംഭവിച്ച കാര്യങ്ങളാണ്. എവിടെയൊക്കെ പേര് പറയാൻ നിന്നാലുണ്ടല്ലോ തലയിൽ മുണ്ടിടുകയല്ല, ഈ നാടേ വിട്ടു പോകേണ്ടി വരും.
മാന്യതയുടെ പുറത്ത് മാത്രം ആ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ. ബൈജു, ഈ ആത്മാ പ്രസിഡന്റിന്റെ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടോ ഇല്ലയോ? താങ്കൾ അക്കാര്യം സംശയിക്കുന്നുണ്ടോ? ഈ ആത്മാ പ്രസിഡന്റിന്റെ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ റിപ്പോർട്ട് ഇത്രയും നാൾ വെളിച്ചം കാണാതിരുന്നു എന്നതിനെ ഞാൻ പറയുന്നില്ല. കേസെടുക്കുന്നതിൽ സാങ്കേതികമായി ഒരു തടസ്സവും നിയമപരമായ തടസ്സങ്ങൾ ഇല്ല എന്നാണ് നിയമവിദഗ്ധർ എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ആത്മാ പ്രസിഡന്റിന് ഇതിൽ കാര്യമുണ്ടായിട്ടുണ്ടോ? മഞ്ജുഷേ, ആത്മാ പ്രസിഡന്റ് മാത്രമല്ല, ഇതിനകത്ത് മലയാള സിനിമയിലെ ചില യൂണിയനുകളുടെ നേതാക്കന്മാരുടെ പങ്കും ഇതിനകത്തുണ്ട്, ചില നടന്മാരുടെ പങ്കും ഇതിനകത്തുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ മഞ്ജുഷേ, ഇവിടെ മീട്ടു എന്ന് പറഞ്ഞ് കുറെ ആളുകളുടെ പേരിൽ കേസെടുത്തു. 10 വർഷത്തിന് മുമ്പ് എന്നെ ജോണ്ടി, 15 വർഷത്തിന് മുമ്പ് എന്നെ ചൊറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കേസെടുത്തിട്ടുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ട്, എടുത്ത് അന്വേഷിച്ച് നോക്ക്. അങ്ങനെയുള്ള പോലീസിന് ഒരു ഗവൺമെന്റ് അതോറിറ്റിയുടെ മുമ്പിൽ, ഒരു റിട്ടയർഡ് ജഡ്ജിന്റെ മുമ്പിൽ, ആ ഹൈക്കോടതി ജഡ്ജിയുടെ മുമ്പിൽ ഒരു മൊഴി കൊടുത്തപ്പോ ആ മൊഴി പരിശോധിച്ച് അതിനെതിരെ കേസെടുക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? അത് എടുക്കില്ല. എടുക്കുമെന്ന് പറയും, പക്ഷേ എടുക്കില്ല. ഇന്ന് വീണ്ടും നാട്ടെ പുതിയ നിയമം ഉണ്ടാക്കി, ഇനി കോൺക്ലേവ് ഉണ്ടാക്കിയിട്ട് സിനിമ അങ്ങ് രക്ഷിച്ചു കളയാമെന്നാണ് ധാരണ. എന്ത് കോൺക്ലേവ്? ഈ കോൺക്ലേവിനെ വിളിച്ചിരുത്തുന്ന ആരെയാണ്? ഇതിനകത്ത് ഈ പ്രതികളായിട്ട് വരുന്ന ആളുകളെ ആയിരിക്കണം. അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ സൂക്ഷ്മമായിട്ട് ഇതിനകത്ത് ആളുകളെ വിളിച്ചിരുത്തി ഒരു കോൺക്ലേവ് നടത്താൻ പറ്റും? അപ്പൊ അതൊന്നും അല്ല വേണ്ടത്. ഇതിനകത്ത് വേണ്ടത്, ഞാൻ ആദ്യം മഞ്ജുഷോട് പറഞ്ഞ പോലെ, ഞാനും കഴിക്കുന്നത് സിനിമയുടെ ചോറാണ്, അന്നും ഇന്നും. അപ്പൊ അതുകൊണ്ട് ഈ ചോറ് കഴിക്കുന്ന ഞാൻ ഇതിനകത്തുണ്ടോ എന്നെനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതിന് ഞാൻ ഏതറ്റം വരെയും പോകും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടിരിക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തു വിടണം. പുറത്തു വിട്ടില്ലെങ്കിൽ പോലും അവരുടെ പേരിൽ കേസെടുക്കണം. അവരുടെ പേരിൽ കേസെടുത്ത് നോക്കട്ടെ. അങ്ങനെ ഒരു 15 പേരുടെ പേരിൽ കേസെടുത്താൽ, ഗവൺമെന്റ് അതിനുള്ള ചങ്കൂറ്റം കാണിച്ചാൽ ഉറപ്പായിട്ടും ഈ പ്രവണത മലയാള സിനിമയിൽ നിൽക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല വീട്ടിൽ പറഞ്ഞ ഒരു പെങ്കൊച്ചു പോലും ഇനി സിനിമയിലേക്ക് വരാതാകും. അതാണ് സിനിമയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്. വളരെ നല്ല നിലയിൽ വന്ന ഈ മലയാള സിനിമ ഒരു കാരണവശാലും ഇനി മുമ്പോട്ട് പോകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായുള്ള അവസ്ഥയിലേക്ക് വരും. ശരി ശരി ശ്രീ ബൈജു കൊട്ടാരക്കര, നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്തത്. താങ്കൾക്ക് മറ്റൊരു ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞിരുന്നു 7:25 വരെ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു, താങ്കളുടെ വാക്ക് പറഞ്ഞതാണ്. ശ്രീമതി സംഗീത ജനചന്ദ്രൻ, ഇപ്പോൾ ഈ WCC ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും തൃപ്തരാണോ? ഇന്ന് മുഖ്യമന്ത്രി അവസാനം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ കോൺക്ലേവിന്റെ കാര്യം, അതുപോലെ തന്നെ പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കും, പിന്നെ ശുപാർശകൾ നടപ്പിലാക്കും എന്നാണ്. എന്താണ് പ്രതികരണം താങ്കളുടെ? Thank you, first of all, for the time. I'm happy. ഞങ്ങൾ എല്ലാവരും ഇനീഷ്യൽ റെസ്പോൺസസ് നമുക്കൊരു ഓൾമോസ്റ്റ് 5 years നീണ്ടു നിന്ന ഒരു സാധനമാണല്ലോ. 2017 സംഘടനയുടെ കൂടെ ഒരു വോളണ്ടിയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് 2-3 വർഷങ്ങൾക്കപ്പുറം ഒഫീഷ്യൽ മെമ്പറായ ഒരു വ്യക്തിയാണ് ഞാൻ. സിനിമയുടെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടു. ഡെഫിനറ്റ്ലി കംപ്ലൈന്റ് കൊടുക്കുക എന്നുള്ളത്, ഒഫീഷ്യലി ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കുക എന്നുള്ളതൊക്കെ വ്യക്തിപരമായ ചോയ്സസ് തന്നെയാണല്ലോ. ഇഫ് സംബഡി വാണ്ട്സ് ടു മൂവ് ലീഗലി എന്നുള്ളത്, അത് നമുക്ക് നമ്മളെ ഹറാസ് ചെയ്ത ആൾക്കാരെ പറ്റി കംപ്ലൈന്റ് കൊടുക്കൂ എന്ന് പറഞ്ഞ് പിന്നെയും സർവൈവ് ചെയ്ത് വന്ന ആൾക്കാരെ ഹറാസ് ചെയ്യുന്നത് ഒരു നല്ല നടപടിയായിട്ട് തോന്നുന്നില്ല. ഐ തിങ്ക് നമ്മൾ ഇന്നത്തെയും ചർച്ചകളിൽ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എഴുതി കണ്ട ഒരു പോസ്റ്റ് കണ്ടു. എത്ര ഉണങ്ങി തുടങ്ങിയ മുറിവുകളായിരിക്കും ഓപ്പൺ ആയത് വീണ്ടും എന്നുള്ളത്. ബിക്കോസ് ഇറ്റ്സ് ഓൾ ഔട്ട് ദെയർ ഇൻ ദ ഓപ്പൺ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഥകളല്ലല്ലോ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജീവിതങ്ങൾ തന്നെയാണ്. സോ ഐ റിയലി ഫീൽ പേഴ്സണലി ദാറ്റ് ഇറ്റ്സ് എ വെരി പോസിറ്റീവ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് ഐ ഫീൽ ഇൻക്രെഡിബിളി പ്രൗഡ് ദാറ്റ് ഒരു 2017 മെയ്യിൽ WCC ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിരുന്നു. അതിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം ശരിവെക്കുന്ന രീതിയിൽ തന്നെ ആണ് ആ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അതിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ 2019 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ശേഷം വന്നിട്ടുള്ള ചില ചെറിയ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ട്. നമ്മളത് ഇപ്പൊ KSFTC സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീ സംവിധായകർ അവർക്ക് വേണ്ടി സംവരണമുള്ള സിനിമകൾ എന്നുള്ള രീതിയിൽ ഇനിഷ്യേറ്റീവ് വരുന്നു. ഇതിനെ പറ്റിയൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടു. അതുപോലെ ചെറിയ ചില നല്ല മാറ്റങ്ങൾ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കഴിഞ്ഞ 7 വർഷമായിട്ട് കുറെ പേര് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ട് തന്നെയാണ്. WCC വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ബിക്കോസ് WCC എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റ് ആണല്ലോ, ഒരു വ്യക്തിയല്ല. ഇറ്റ് ഈസ് എ മൂവ്മെന്റ്. വി ഓൾ ബിലീവ് ഇൻ വാട്ട് വി ഹാവ് സ്റ്റാർട്ടഡ്.
ഞങ്ങൾക്ക് ശേഷവും അത് ഇവിടെ തന്നെ ഉണ്ടാവും. ആൻഡ് ഐ ഫീൽ ഞാനിപ്പോ ഇത്രയും നേരം ഈ ചർച്ചകളൊക്കെ ഇരുന്ന് കേൾക്കുന്നു, നമ്മൾ മെയിൻ കോണ്ടെക്സ്റ്റ് നിന്ന് മാറി നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്ലെയിം ഗെയിം എന്നുള്ള രീതിയിലേക്ക് എപ്പോഴും നമ്മുടെ ചർച്ചകൾ എന്താണ് അങ്ങനെ പോകുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് പേഴ്സണലി. ഐ റിയലി ഫീൽ നെക്സ്റ്റ് സ്റ്റെപ്പുകളെ കുറിച്ചാണ് ചർച്ചകൾ ഉണ്ടാവേണ്ടത്. എസ്പെഷ്യലി ഡിഫറെന്റ് ഫീൽഡ്സിലുള്ള ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ അടുത്തത് എന്ത് ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ ഇത്രയും ഫൈൻഡിങ്സ് പുറത്തു വന്നു, ആര് ചെയ്തു എന്ന്, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഉള്ള ക്ലാരിറ്റി ഉണ്ട്. സേഫ് ആയിട്ടുള്ള വർക്ക് പ്ലേസസ് ഉണ്ടാവുക. ഇപ്പൊ പോഷ് ആക്ട് നമുക്ക് എല്ലാവർക്കും അറിയാം 2013 അതായത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ലല്ലോ, ആ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കുക. ഇപ്പോഴും എത്ര സംഗീത ഈ ആര് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആ ചെയ്ത ആളുകൾ ഇപ്പോഴും മലയാള സിനിമയിൽ ഉള്ളവരാണല്ലോ. അപ്പോൾ അവരെ കുഴപ്പമില്ല, അവരും ഇതിനോടൊപ്പം തന്നെ സഞ്ചരിക്കട്ടെ എന്ന നിലപാടാണോ WCC എടുക്കുന്നത്? അതാണ് ചോദിക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ഗെയിം എന്ന് പറയുമ്പോൾ കേസുകൾ എടുത്ത് നിയമപരമായിട്ട് പോകേണ്ടേ എന്നുള്ളതാണ്. സർക്കാർ അതിൽ താല്പര്യപ്പെടുന്നില്ലല്ലോ ഇതുവരെ. See, I don't want to personally blame anybody or go respectfully agree ചെയ്യാൻ പഠിക്കുക എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഐ തിങ്ക് വി ഫൊഗെറ്റ്. എപ്പോഴും നമ്മൾ എല്ലാവരും മറക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരാഴ്ച നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യും, ഒരാഴ്ച മീഡിയയിൽ എല്ലാവരും നമ്മൾ എല്ലായിടത്തും ഇത് ചർച്ച ചെയ്യും, പിന്നെ വീണ്ടും നമ്മൾ നോർമൽസിയിലേക്ക് തിരിച്ചു പോകും. പക്ഷെ ഒട്ടും നോർമൽ ആവാത്ത സ്കാർസും വൂൺസും കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. സിനിമ തൊഴിലിടമാണ് അവർക്ക്. അതായത് വിട്ടിട്ട് പോവാനുള്ള പ്രിവിലേജ്, നോ പറയാനുള്ള പ്രിവിലേജ് ഇല്ലാത്ത, എഡ്യൂക്കേഷന്റെയും അവയർനെസിന്റെയും പ്രിവിലേജ് ഇല്ലാത്ത, പല സാഹചര്യങ്ങൾ കൊണ്ടും നിസ്സഹായാവസ്ഥ കൊണ്ടും ഇവിടെ നിലനിന്ന് പോകേണ്ട ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. സോ ആസ് എ മൂവ്മെന്റ് വി ആർ കോൺസ്റ്റന്റ്ലി ലുക്കിംഗ് അറ്റ് പോസിറ്റീവായിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതെന്താണ് നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് സർക്കാരിന്റെ പക്കലുണ്ട്. നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഈ സംഘടനകളെ എല്ലാം, ഈ ഓർഗനൈസേഷൻസിനെ എല്ലാവരെയും കൊണ്ടുവന്ന് അവരുമായി ചർച്ച നടത്തുക എന്നുള്ളതാണ്, പുതിയ ഒരു നയം രൂപീകരിക്കുക എന്നുള്ളതാണ്. അതെ, അത് എല്ലാ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സംഘടനകളും ഒരുമിച്ച് വന്ന് ഒരു ഓപ്പൺ ഡിസ്കഷൻ ഉണ്ടാവട്ടെ, നല്ല ചർച്ചകൾ ഉണ്ടാവട്ടെ. നല്ല ചർച്ചകൾ ഉണ്ടാവുമ്പോൾ തന്നെയാണ് നല്ല മാറ്റങ്ങൾക്ക് തുടക്കം ഉണ്ടാവുകയുള്ളൂ. പിന്നെ കളക്റ്റീവ് ഡെഫിനറ്റ്ലി ഞാൻ കളക്റ്റീവിനെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെയും ആ മൂവ്മെന്റിന്റെ കൂടെ ഇത്രയും വർഷങ്ങളായിട്ട് സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും എപ്പോഴും നമ്മൾ ഈക്വൽ സ്പേസസ് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള ഒരു സ്പേസ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും സിനിമാ സെറ്റുകളിൽ ഇല്ലാത്ത സാഹചര്യം ഉണ്ട്. ഹൈജീനിക് ആയിട്ടുള്ള ടോയ്ലറ്റ്സ്, ഫെയർ പേ, ഈക്വൽ പേ അല്ല ഫെയർ പേ. ഇപ്പൊ കാരണം അഭിനേതാക്കൾ മാത്രമല്ലല്ലോ സിനിമയിലുള്ളത്, പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവിടെ ഒരു ജെൻഡർ ഇംബാലൻസ് എന്ന് പറഞ്ഞ ഒരു സീരിയസ് ആയ ഒരു കൺസേൺ പ്രിവലന്റ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. ഇപ്പോ വിത്ത് റിപ്പോർട്ട് കമ്മിങ് ഔട്ട് അതിലെ ഫാക്ച്വലി ആൻഡ് നമുക്ക് ഓൺ പേപ്പർ അത് പബ്ലിക്കിനും കൂടെ അവൈലബിൾ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഐ റിയലി ഫീൽ ഒരു സിനിമ ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആസ് എൻ ഇൻഡസ്ട്രി, അതിലെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ ഒരുമിച്ച് വന്ന് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് അതോറിറ്റീസിന്റെ കൂടെ ഒരു നല്ല കോൺവെർസേഷൻ സ്റ്റാർട്ടർ ഉണ്ടായാൽ നല്ല മാറ്റങ്ങൾക്ക് അത് തുടക്കം വിടുമെന്ന് തന്നെ പേഴ്സണലി വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസം എത്രയൊക്കെ ഉള്ളപ്പോഴും, എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്തപ്പോഴും, എന്തെല്ലാം ഓൺലൈൻ അറ്റാക്സും എല്ലാം ഫേസ് ചെയ്തിട്ടും നമ്മൾ കുറച്ചുപേര് ആ ഒരു വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വാട്ട് വി ഫീൽ ഇസ് റൈറ്റ്, വാട്ട് വി ബിലീവ് ഇസ് റൈറ്റ്, അതിനു വേണ്ടി കോൺസ്റ്റന്റ്ലി സ്ട്രൈവ് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതല്ലേ. സോ ഐ റിയലി ഫീൽ ഇറ്റ് വിൽ ബി എ പോസിറ്റീവ് സ്റ്റെപ്പ്. ശരി, നന്ദി ശ്രീമതി സംഗീത. താങ്കൾക്ക് മറ്റൊരു ചർച്ചയിൽ പോകേണ്ടതുണ്ട് എന്ന് എനിക്കറിയാം. നന്ദി. വീണ, ഇതിപ്പോൾ WCCയുടെ നിലപാട് ഇതാണ്, പോസിറ്റീവായിട്ട് കാര്യങ്ങളെ അവർ കാണുകയാണ്, ബ്ലെയിം ഗെയിമിന് അവരില്ല എന്ന് പറയുമ്പോൾ ഈ നിയമ പോരാട്ടത്തിന് WCC വിമുഖത കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസവും ഇങ്ങനെ തന്നെയായിരുന്നു WCCയുടെ ഭാരവാഹി പറഞ്ഞത്, ഇതേ കാര്യങ്ങൾ തന്നെയായിരുന്നു. അവരിതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിലാണ് പോകുന്നത്. ഇതുവരെയുള്ള അവരുടെ പോരാട്ടമാണ് വിജയം കണ്ടത്. അപ്പോൾ ഇതിൽ ഈ കോൺക്ലേവ് നടത്തുന്നതിനെയും ഒക്കെ WCC അനുകൂലിക്കുകയാണ്. ഇതിനകത്ത് ഈ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ ബൈജു കൊട്ടാരക്കര മുന്നോട്ട് വെച്ചൊരു സംശയമുണ്ട്, ഈ റിപ്പോർട്ട് ഇതിനു മുമ്പ് തന്നെ ചോർന്നിരുന്നോ എന്നുള്ളത്.
ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവ വികാസങ്ങൾ വീക്ഷിക്കുമ്പോൾ സത്യത്തിൽ അത്തരത്തിലൊരു കാര്യം നടന്നിട്ടുണ്ടോ എന്ന് ഞാൻ അടക്കമുള്ള സ്ത്രീകൾ സംശയിക്കുകയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ സർക്കാർ എന്തുകൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ടിന്മേൽ ഒരു പ്രോആക്റ്റീവ് സ്റ്റെപ്പ് എടുക്കാത്തതെന്നുള്ളൊരു ചോദ്യം മുന്നോട്ട് വയ്ക്കുകയുമാണ്. കാരണം ഈ 4.5 വർഷക്കാലം കൊണ്ട് എത്രയോ സ്ത്രീകൾക്ക് എതിരായിട്ട് നടന്നിരിക്കുന്ന അട്രോസിറ്റീസിനെ തടയാനുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിട്ട് ഗവൺമെൻറ്റിന് മുന്നിൽ കിട്ടിയത്. പക്ഷേ ഗവൺമെൻറ് ടുക്ക് നോ സ്റ്റെപ്സ് എന്നുള്ളത് വളരെ സംശയാസ്പദമാണ്. ഈ പേരുകൾ ഇപ്പോഴും രഹസ്യമായി മൂടി വയ്ക്കപ്പെടുന്നു എന്നുള്ളതും സംശയാസ്പദമാണ്. ഇനി രണ്ടാമത് എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. സത്യത്തിൽ മിസ് സംഗീത ജനചന്ദ്രൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോവുകയാണ്. കാരണം ഇന്നലെ വരെ കുറേ സ്ത്രീകളെ ഇവിടെയുള്ള ചില ആളുകൾ പീഡിപ്പിച്ചു. ഇപ്പോൾ സിനിമാ രംഗത്ത് സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നു എന്നുള്ള അടക്കമുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവരിൽ പലരും തന്നെ കൊടുത്തത് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നലെ വരെ നടന്നിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് നടന്നു, കുഴപ്പമില്ല, പോട്ടെ, ഇനി മുന്നോട്ട് ഇതുണ്ടാവാതിരുന്നാൽ മതി എന്നുള്ളൊരു ലാഘവത്തിലാണോ ഇവർ പറയുന്നത്? അങ്ങനെ നടന്നിട്ടുള്ള ഒരു ക്രൈമിനെ അല്ലെങ്കിൽ ഒഫൻസിനെ വെയ്വ് ചെയ്ത് വിടാൻ ഇപ്പം നമുക്കെല്ലാവർക്കും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ആത്യന്തികമായ ഒരു അവകാശമുണ്ട്, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അതിനകത്ത് തന്നെ റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി എന്നുള്ളത്, ആത്മാഭിമാനത്തോടുകൂടി നമ്മുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ ഒരു അവകാശം നമ്മുടെ ഭരണഘടന തരുന്നുണ്ട്. അതിനകത്ത് വരുന്നതാണ് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള അവകാശം. അതിനകത്ത് വരുന്നതാണ് എനിക്കിഷ്ടമില്ലാതെ എൻ്റെ ശരീരത്തിൽ ഒരാൾ സ്പർശിക്കാൻ പാടില്ല, തൊഴിലിന് വേണ്ടി എന്നെ ഒരാൾ ചൂഷണം ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇന്നലെ വരെ ചെയ്ത ഇത്തരം ചൂഷണങ്ങളൊക്കെ അവിടെ നിന്നോട്ടെ, അതൊക്കെ ഞാൻ അതിന് ഫൈറ്റിന് പോകുന്നില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റ് കേസ് എടുത്തോ ഇല്ലയോ അതൊന്നും എനിക്കറിയേണ്ട. ഇനിയുള്ള കാര്യം നന്നായാൽ മതി. ഇവരുടെ ഒരു ലിമിറ്റേഷൻ കൊണ്ടായിരിക്കാം പറയുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അവിടെയാണല്ലോ അല്ലല്ലോ ഇപ്പോൾ നേരത്തെ വീണ തന്നെ പറഞ്ഞു ഇത് കേസ് എടുക്കണമായിരുന്നു എന്ന്. അപ്പോൾ അല്ലല്ല ഈ കേസെടുക്കുന്നതിന് വേണ്ടി ഒരു പരാതിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത്തരത്തിലുള്ള മൊഴികൾ എടുക്കണം. പക്ഷേ WCCക്ക് അക്കാര്യത്തിൽ ഒരു വിമുഖത ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. സംഗീതയുടെ വാക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. വീണ അല്ല, ഞാൻ ചോദിക്കുന്നത് എന്തിനങ്ങനെ ഒരു വിമുഖത ഉണ്ടാവണം? കാരണം WCCയിലെ ധീരമായിട്ടുള്ള ചില വനിതകളുടെ നിലപാട്, അതായത് അവരുടെ കരിയറിനെ റിസ്ക് ചെയ്തുകൊണ്ട്, ഇതിൽ പല ആളുകൾക്കും എത്രയോ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട കഥ നമുക്കറിയാം. ഇവർ ഈ മൂവ്മെന്റിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ ഈ റിസ്ക് മുന്നിൽ കണ്ടുകൊണ്ട് ഇറങ്ങിയവരാണ്. അവർ വലിയൊരു യുദ്ധം ഏതാണ്ട് ഒരു കരയ്ക്ക് എത്തിച്ച ആളുകളാണ്. അവർ സധൈര്യം മുന്നോട്ട് പോകണം. ഇതിനകത്ത് നടന്നിട്ടുള്ള ഒരു അട്രോസിറ്റിയും നമുക്ക് വെയ്വ് ചെയ്ത് കളയാനുള്ളതല്ല. അവർ സധൈര്യം മുന്നോട്ട് പോകേണ്ടതാണ്. മറ്റൊരു ചോദ്യം, ഈ കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് ഹേമ കമ്മിറ്റി പോലെ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഈ റിപ്പോർട്ട് പുറത്തുവിടാനല്ല എങ്കിൽ, ഈ പ്രതികൾക്കെതിരെ കേസെടുക്കാനല്ല എങ്കിൽ, പിന്നെ എന്ത് പ്രഹസനത്തിന് വേണ്ടിയിട്ടാണ് കോടികൾ ചെലവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട്? എന്തായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം? ഒരു കോൺക്ലേവ് നടത്താനായിരുന്നോ? ഒരു കോൺക്ലേവ് നടത്താനായിട്ട് ഇത്രയും വലിയ പ്രഹസനത്തിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ലല്ലോ. സത്യത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നു എന്ന് മാധ്യമങ്ങൾ പറയുമ്പോഴും ഇതൊക്കെ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ആയിരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അതിന് അപ്പുറത്തേക്ക് സോളിഡ് ആയിട്ടുള്ള കാര്യകാരണ പേര് വിവരങ്ങൾ സഹിതമുള്ള എന്താണ് പുറത്തു വന്നിട്ടുള്ളത്? അത് ഇപ്പോഴും ലോക്കറിൽ സേഫായി ഇരിക്കുന്നതേ ഉള്ളൂ. അതാണ് അതിൻ്റെ വസ്തുത. മറ്റൊരു കാര്യം, 5/2/2020 ബഹുമാനപ്പെട്ട നിയമസഭാംഗം ഡോക്ടർ MK മുനീർ മുൻ മന്ത്രി ശ്രീ AK ബാലന് അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതായത് ഇക്കാര്യത്തിൽ സർക്കാർ റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്, റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കുമോ എന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശങ്ങൾ അനുബന്ധമായി ചേർക്കുന്നുവെന്നും റിപ്പോർട്ടിന്റെ പകർപ്പ് എത്രയും വേഗം ലഭ്യമാക്കുന്നതാണ് എന്നുമാണ് മന്ത്രി അന്ന് നിയമസഭയിൽ നൽകിയിട്ടുള്ള ഉത്തരം. അതിനകത്ത് ഹേമ കമ്മിറ്റി ഇത്തരത്തിൽ ഇതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി കാരണം ഇത് പുറത്തുവിടരുതെന്നോ, ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇരയുടെ പ്രൈവസി അല്ല, ഇരയുടെ പ്രൈവസി മാത്രമാണ് അവിടെ വിഷയമാകുന്നത്, വേട്ടക്കാരൻ്റെ പ്രൈവസി അല്ല. അപ്പോൾ ബ്ലെയിം ഗെയിം എന്നുള്ളതല്ല ഇതിനകത്ത്. ഇതിനപ്പുറത്തേക്ക് സ്ത്രീകളുടെ സുരക്ഷ, എന്താണ് സിനിമാ മേഖല? സാധാരണ ഒരു ശരാശരി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ, ശക്തമായി ധീരമായി പുറത്തു വന്ന് സംസാരിക്കുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ മാധ്യമരംഗത്തെ സ്ത്രീകൾ, അവരൊക്കെ
പവർ ഐക്കൺസ് ആണ്. കാരണം ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശത്തെ സാധാരണക്കാരിയായ സ്ത്രീക്ക് സ്വപ്നം കാണാനും ഒക്കെ കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്നത് ഇത്തരത്തിലുള്ള വനിതാ മുഖങ്ങളാണ്. ആ വനിതാ മുഖങ്ങൾ തന്നെ ഇത്തരത്തിൽ ചവിട്ടി അരയ്ക്കപ്പെടുകയും അവർ മിണ്ടാതെ നിശബ്ദരാക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവരിലേക്ക് എത്തുമ്പോൾ എന്താണ് ഈ സമൂഹത്തിൽ സിനിമ എത്രത്തോളമാണ് നമ്മളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലേ? നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നു. കൂടുതൽ ഇപ്പോൾ കമ്മീഷണർ സിനിമ കണ്ടിട്ട് ഒരുപാട് പേര് IPS-കാരായിട്ടുണ്ടെന്ന് മന്ത്രി തന്നെ പറയുക. പക്ഷെ ആ മന്ത്രിക്ക് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വന്നപ്പോൾ അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. ഇനി അടുത്ത നടപടി നോക്കാൻ കാവലിരിക്കുക. അതിന് ഇങ്ങനെയാണോ നമ്മുടെ സിസ്റ്റം പോകേണ്ടത്? ശ്രീ M.R. അഭിലാഷ്, ഇപ്പോൾ ഈ എല്ലാവരുടെയും വിവരങ്ങൾ, ഇപ്പോൾ ഇരകളുടെ വിവരങ്ങളല്ലാതെ ബാക്കി ഈ റിപ്പോർട്ടിൽ ഈ പ്രതിപാദിച്ചിട്ടുള്ള ആളുകളുടെ എല്ലാം വിവരങ്ങൾ പുറത്തു വരണം എന്നുള്ള ആവശ്യം ഉയർന്നിട്ടുണ്ട്. അതിൽ എത്രമാത്രം സാങ്കേതികമായ തടസ്സമുണ്ട്? നിലവിൽ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവും അതുപോലെ തന്നെ അതിനെ സാധൂകരിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവും ഉണ്ട്. അപ്പോൾ ഈ ആരോപണ വിധേയരായ ആളുകളുടെ ആർക്കൊക്കെ എതിരെയാണോ മൊഴികൾ വന്നിട്ടുള്ളത് അവരുടെ വിവരങ്ങൾ പുറത്തു വരാൻ ഇപ്പോഴും ആ നിയമ തടസ്സം നിലനിൽക്കുകയല്ലേ? അത് മാറ്റണമെങ്കിൽ സർക്കാരിന് മുന്നിൽ വഴികൾ ഉണ്ടോ? സർക്കാർ ആ വഴികൾ തേടാത്തതാണോ? സർക്കാരിന് മുൻപിൽ വഴിയുണ്ട് ശ്രീ മഞ്ജുഷ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുവാൻ കഴിയും. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം റിലീസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യപരമായി നടക്കുന്ന ചർച്ചകളുടെ പിൻബലത്തിൽ ഒരു ജനാധിപത്യ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നടപടികൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിലും ചൂണ്ടിക്കാട്ടിയിരുന്നു. കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യും, അതിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്ക് സർക്കാർ നിർബന്ധിതരാകും എന്നൊക്കെ തന്നെ സൂചിപ്പിക്കുന്ന വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിലുണ്ടായിരുന്നു. അപ്പൊ ഹൈക്കോടതിയെ സർക്കാർ സമീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ചിട്ടൊരു വ്യക്തത വരുത്തുവാൻ കഴിയും. ഇരയുടെ പേര് മറച്ചു വെച്ചിട്ട് വേട്ടക്കാരുടെ പേര് അല്ലെങ്കിൽ കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തികളുടെ പേര് പുറത്തുവിടുക എന്ന് പറയുമ്പോഴും അത് കുറ്റാരോപിതനെ സംബന്ധിച്ചിടത്തോളം ഇരയെ ഐഡന്റിഫൈ ചെയ്യുവാൻ ഉള്ള ഒരു വലിയ വഴി തന്നെയാണ്. വിഷയം ഇരയായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ച് അവർ നിയമ നടപടിക്ക് അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്രിമിനൽ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ മുൻപോട്ട് പോവുകയില്ല എന്നൊരു പച്ചയായിട്ടുള്ള ഒരു വസ്തുതയുണ്ട്. കുറ്റാരോപിതരെ എല്ലാം വിചാരണ ചെയ്ത് ജയിലിലാക്കുവാൻ തന്നെയാണ് എന്റെയും ആഗ്രഹം. പക്ഷേ എങ്ങനെ വരുമ്പോ ഈ വേട്ടക്കാരായിട്ടുള്ള ആൾക്കാരുടെ പേര് പുറത്തു വിടുമ്പോൾ ആത്യന്തികമായിട്ടും അത് ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് തന്നെയാണ് വേട്ടക്കാരന്റെ കരങ്ങൾ എത്തുന്നത്. അപ്പോ ഒരു സർക്കംസ്പെക്ഷൻ ഇല്ലാതെ അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടുവാൻ കഴിയുകയില്ല. ഇത് മാത്രമല്ല, ക്രിമിനൽ നടപടിക്രമ പ്രകാരം ഇതൊരു ആരോപണമാണ്, ശക്തമായിട്ടുള്ള ആരോപണമാണ്. അവിടെ ഇരകളുമുണ്ട്. പക്ഷെ അപ്പോഴും ആരോപണം മാത്രമാണ് എന്നിരിക്കെ ഇരയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. അപ്പൊ എല്ലാ തരത്തിലും അത് ബാലൻസ് ചെയ്തുകൊണ്ട് മാത്രമേ സർക്കാരിന് ഒരു തീരുമാനം എടുക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ താങ്കൾ പറയുന്ന റിപ്പോർട്ട് പരസ്യപ്പെടുത്തുന്ന കാര്യമാണല്ലോ. അതിൽ പക്ഷെ നിയമ നടപടിയുടെ കാര്യത്തിൽ അങ്ങനെ അല്ലല്ലോ അല്ലെ? നിയമ നടപടിയുടെ കാര്യത്തിൽ ഇതേ രീതി തന്നെ സർക്കാരിന് മുന്നിൽ ഉള്ളോ? ഈ ഒരു വഴി മാത്രമേ ഉള്ളോ? നിയമ നടപടി എന്ന് പറയുമ്പോൾ ശ്രീ മഞ്ജുഷ് ചോദിക്കുന്നത് ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ ഒരു ഇൻഫർമേഷൻ കോഗ്നൈസബിൾ ഒഫൻസിനെ സംബന്ധിച്ച ഒരു ഇൻഫർമേഷൻ പോലീസിന് ആര് കൊടുത്താലും നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം 173ാമത്തെ വകുപ്പ് പ്രകാരം അത് റെക്കോർഡ് ചെയ്തിട്ട് അതിന്റെ പുറത്ത് അന്വേഷണം തുടങ്ങേണ്ടതായിട്ടുണ്ട്. അല്ല അഭിലാഷ്, ഈ റിപ്പോർട്ട് DGPക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ളതാണല്ലോ. സർക്കാർ അത് DGPക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് അറിവ്. അല്ലെങ്കിൽ പറയട്ടെ അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന്. അങ്ങനെ അപ്പോൾ റിപ്പോർട്ട് ആ പരിശോധന നടന്നിട്ടുണ്ട്. റെഡാക്ട് ചെയ്യപ്പെട്ട ശ്രീ മഞ്ജുഷ് റെഡാക്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പേര് വിവരങ്ങളും വിശദ വിവരങ്ങളും സ്വകാര്യത ഇൻഫർമേഷനും ഒക്കെ മറച്ചു വെച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ DGPക്കും ഇതിനെ സംബന്ധിച്ച് അറിയാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പോ പോലീസിനും സർക്കാരിനും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോ അതെല്ലാം തന്നെ പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പം റെഡാക്ട് ചെയ്യപ്പെട്ട ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരാൾ ഇപ്പൊ ശ്രീ മഞ്ജുഷ് പോലീസിന് പരാതി കൊടുക്കുകയാണ്, താങ്കൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്, ഇതൊരു ഗുരുതരമായിട്ടുള്ള ഒഫൻസ് ആണ് എന്ന് കണ്ടുകൊണ്ട് താങ്കൾ പോലീസിന് 173ാമത്തെ വകുപ്പ് പ്രകാരം ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. താങ്കൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ റൈറ്റ് ഡൗൺ ചെയ്ത ശേഷം താങ്കളെ വായിച്ച് കേൾപ്പിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഇവർ എങ്ങോട്ട് പോകുമെന്നുള്ളതാണ്. കോടതി സെൻസർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ സീക്ക് ചെയ്യാൻ പോലീസിന് കഴിയുമോ? കോടതി സെൻസർ ചെയ്തത് എന്നാണ്? ഇപ്പോഴല്ലേ കോടതി സെൻസർ ചെയ്തത്?
ഞാൻ പറഞ്ഞത് ഈ 2019 ഡിസംബറിന് ശേഷം ഈ 2024 ഇപ്പോൾ ഈ ആഗസ്റ്റ് വരെയുള്ള കാര്യമല്ലേ? അല്ല ശ്രീ മഞ്ജുഷ്, സ്വകാര്യത ഇരയെ സംരക്ഷിക്കാതെ നമുക്ക് ശരിയാണ് ഇത് വലിയൊരു വിഷയമായിട്ട് അതിനകത്ത് എല്ലാ സെൻസേഷനലിസത്തോടു കൂടി നമുക്ക് ആഘോഷിക്കാം. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് ആ നമ്മുടെ ഉത്കണ്ഠകൾ നമുക്ക് പ്രകടിപ്പിക്കാം. പക്ഷെ അവിടെ ഇരയായിട്ടുള്ള വ്യക്തിയുടെ താല്പര്യം, നിയമപരമായിട്ടുള്ള സംരക്ഷണം, അവരുടെ സ്വകാര്യത അവിടെ സംരക്ഷിക്കപ്പെടണ്ടേ? കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് കേസെടുക്കാൻ വേണ്ടിയായിരുന്നോ? അത് കേസെടുക്കട്ടെ, കേസെടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പക്ഷെ ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് കേസെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയല്ല, സമഗ്രമായിട്ടാണല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവര് കമ്മിറ്റിയെ കൺഫൈഡ് ചെയ്തിട്ട് ചില ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വകാര്യത സംരക്ഷിക്കാതെ നേരത്തെ എന്തുകൊണ്ട് സർക്കാർ പുറത്തുവിട്ട് എല്ലാ വിഷയവും പുറത്തുവിട്ട് ആൾക്കാർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തുകൂടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ സർക്കാരിന് കഴിയില്ല ശ്രീ മഞ്ജുഷ്. അതായത് ഒരു പഠന റിപ്പോർട്ട് മാത്രമാണിത്, ഇതൊരു പഠന റിപ്പോർട്ട് മാത്രമാണ് എന്നാണ് താങ്കൾ പറയുന്നത്. ഒരു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി നിയോഗിച്ചു എന്നാണോ? പഠന റിപ്പോർട്ടാണ്. പക്ഷെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിപ്പോ തന്നെ RTI നിയമപ്രകാരം ഒരു തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്ഷൻ 11 പ്രകാരമുള്ള പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ കംപ്ലൈ ചെയ്യാതെ റിലീസ് ചെയ്യാൻ കഴിയില്ല. പഠന റിപ്പോർട്ട് ആണെങ്കിലും പഠന റിപ്പോർട്ട് ഒരു കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് കേസെടുക്കാൻ നോക്കും. വൈരുദ്ധ്യം വരുന്നു MR അഭിലാഷ്. അവിടെ ഇരയ്ക്കൊപ്പം വേട്ടക്കാരനും സംരക്ഷണം നൽകണോ ഇല്ലയോ എന്നാണ്. അതായത് ഈ വിവരാവകാശ കമ്മീഷണറുടെ പഴയ ഉത്തരവിലും ഇപ്പോഴത്തെ ഉത്തരവിലും വേട്ടക്കാരന് സംരക്ഷണം നൽകണമെന്നുണ്ടോ? ആ രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കണോ എന്നാണ് ഒരു വ്യക്തത കുറവില്ല ശ്രീ മഞ്ജുഷ്. ഈ സ്വകാര്യത സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡാക്ട് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ട്. ഇനി ഇരയെ എങ്ങനെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്? വേട്ടക്കാരന്റെ മുമ്പിലേക്ക് ഇരയെ എക്സ്പോസ് ചെയ്തിട്ടാണോ? വേട്ടയാടിയവൻ ഇരയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. ഈ ഒരു ട്രാൻസാക്ഷനെ കുറിച്ചാണ് ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ നിന്ന് അവർ എന്നേക്കുമായിട്ട് ഔട്ട് ആവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോ അതിനെക്കുറിച്ച് പെട്ടെന്ന് കേസെടുക്കുക ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ആർജവത്തോടു കൂടി പറയാം. പക്ഷെ ഹൃദയം ഇടിച്ചുകൊണ്ട് നാളെ അവര് അതിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്നോർത്ത ഇൻഡസ്ട്രിയുടെ മൂലയിൽ കുനിഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. ഇരയുടെ താല്പര്യം സംരക്ഷിക്കും. ഇതിനകത്ത് ഒരു കോൺട്രഡിക്ഷനും ഇല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇനി അവർ സഹകരിക്കാൻ സന്നദ്ധരാകുകയാണെങ്കിൽ ആ ധൈര്യവും ആ ക്യാരക്ടറും എക്സിബിറ്റ് ചെയ്തുകൊണ്ട് അവർ അതിനോട്ട് മുൻപോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി എടുക്കാൻ കഴിയും. ഒരു കാര്യം കൂടി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെ സിനിമയിലെ ഈ പവർ ഗ്രൂപ്പിലെ അംഗമാണ് എന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ ഈ പൊതുസമക്ഷം ഉള്ളത്. എന്ന് പറഞ്ഞാൽ അതൊരു കൺഫർമേഷൻ അല്ല. ഈ ഒരു ആത്മ എന്ന സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള പേര് വന്നിട്ടുള്ളത് കൊണ്ടാണ്. ഇതിലിപ്പോൾ യൂത്ത് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പേര് പറഞ്ഞുകൊണ്ട് തന്നെ KB ഗണേഷ് കുമാറിന്റെ പേര് പറഞ്ഞതുകൊണ്ട് ഇത് ഈ പറയുന്ന ഹൈക്കോടതി സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവിനും വിവരാവകാശ കമ്മീഷണറുടെ നിർദ്ദേശത്തിനും എതിരായി വന്നിട്ടുണ്ടോ? അവിടെ ഈ സ്വകാര്യത സംരക്ഷണം അതിന് വിഘാതമാകുന്ന രീതിയിലുള്ള പരാതിയായി പോയിട്ടുണ്ടോ? ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. പക്ഷെ ഇവിടെ മന്ത്രിയായിരിക്കുന്ന വ്യക്തിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുവാൻ ഇങ്ങനെ ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറ്റം ചെയ്തിട്ടുള്ളവർ നിയമത്തിന്റെ വഴിയിലേക്ക് വരട്ടെ. പക്ഷേ അത് ഡിസ്ക്ലോസ് ചെയ്യപ്പെടാത്തിടത്തോളം കാലം, ടാഞ്ചിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഇല്ലാത്തിടത്തോളം കാലം അങ്ങനെ ഒരു പരാതി കൊടുത്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിക്കെതിരെ കേസെടുക്കുവാൻ കഴിയില്ല. അതൊക്കെ കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ആ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാൻ കഴിയൂ ശ്രീ മഞ്ജുഷ്. ശരി വീണ, ഇതാണ് MR അഭിലാഷിന്റെ നിലപാട്. അതായത് നിങ്ങളും ഇക്കാര്യത്തിലൊരു ഈ KB ഗണേഷ് കുമാറിന്റെ പേര് ഇതിലേക്ക് കൊണ്ടുവന്നത് യൂത്ത് കോൺഗ്രസ് ആണ്. അവർ ഉടൻ തന്നെ പരാതിയും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു തന്നെ കൊടുത്തിരിക്കുകയാണ്. അതിൽ രാഷ്ട്രീയം നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? എന്താണ് രാഷ്ട്രീയമുണ്ടോന്നോ? അതെ, രാഷ്ട്രീയമുണ്ടോന്നാണോ? അതെ അതെ വീണ, അതെ വീണ. അല്ല, നമുക്കുള്ള രാഷ്ട്രീയം അത് സ്ത്രീയുടെ മാനത്തിന്റെ രാഷ്ട്രീയമാണ്. നമുക്കുള്ളത് സ്ത്രീയുടെ മാനത്തിന്റെ രാഷ്ട്രീയമാണ്. എന്താണെന്നറിയോ, ഇപ്പോൾ ഇവിടെ അഭിലാഷ് സാർ പറയുന്നത് കേട്ടു. ചങ്കിടിപ്പോടുകൂടി ഇത് കേട്ടിരിക്കുന്ന ഒരുപാട് പേര് ഈ രംഗം ബ്രെഡ് ആൻഡ് ബട്ടറായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട്. ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു, അതൊരു വസ്തുതയാണ്. പക്ഷെ ഞാൻ മറ്റൊരാശങ്ക കൂടി പറയട്ടെ. ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. അതിൽ പേരുകളെല്ലാം വളരെ അതായത് അക്യൂസ്ഡ് ആകേണ്ട ആളുകളുടെ പേരുകളൊക്കെ രഹസ്യമായിട്ട് സൂക്ഷിക്കപ്പെടുന്നു. നമ്മൾ 2 ദിവസം നമ്മളെല്ലാവരും ഈ വിഷയം ചർച്ച ചെയ്യും. അതിനുശേഷം വീണ്ടും ഈ വിഷയം തന്നെ കോൾഡ് സ്റ്റോറേജിലേക്ക് പോകും. വീണ്ടും ഈ പറയുന്ന പ്രതികൾ, കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾ അവരെന്തായിരിക്കും
ഇവിടെ ഒരു വനിതാ മൂവ്മെന്റ് നടത്തി, അവളുമാരൊക്കെ പോയി കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അത് ഒരു റിപ്പോർട്ട് വന്നു, റിപ്പോർട്ട് പോലും പുറത്തു വിടിക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. അത്രയുള്ളൂ. പെണ്ണുങ്ങളെ അത്രയും സിമ്പിൾ ആൻഡ് സില്ലി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന സാഹചര്യത്തിൽ ഇന്നലകളിൽ എങ്ങനെയായിരുന്നു സിനിമ ഉണ്ടായിരുന്നത് അതിനേക്കാളും മോശപ്പെട്ട അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്. കാരണം അവർക്കറിയാം നാളെ വീണ്ടും ഒരു സിനിമാ കളക്റ്റീവ് മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാലും 4 ദിവസത്തെ ബഹളത്തിനും ചർച്ചയ്ക്കും ശേഷം പോകും. ഈ പേരുകാരെല്ലാവരും വളരെ സുരക്ഷിതരായി മാന്യന്മാരായി സമൂഹത്തിൽ വിലസി നടക്കുകയും ഒരു സിസ്റ്റത്തെയാണ് ഇവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ആ എക്സ്പ്ലോയിറ്റേഷൻ അവർ പല രീതിയിൽ പല ഭാവത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ ലോ ആൻഡ് ഓർഡർ എന്തിനാണ്? എപ്പോഴും ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി അന്വേഷണം നടത്തുകയും പണിഷ്മെന്റ് കൊടുക്കുകയും വേണം എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ വാദിക്കുന്നത്? നിയമം ഡിറ്ററൻ്റ് ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഒരാൾ ഒരു ഒഫൻസ് ചെയ്തു കഴിഞ്ഞാൽ അയാളെ പണിഷ് ചെയ്താൽ അടുത്ത ആൾ അത് ചെയ്യില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ ആലോചിക്കുമ്പോൾ ഒന്ന് മുട്ടുവിറയ്ക്കും എന്നുള്ളൊരു അങ്ങനെയെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലേ. ഇവിടെ എന്ത് ഡിറ്ററൻസ് ആണ് ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചുകൊണ്ട് ഇവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് സർക്കാർ നേടാൻ പോകുന്നത്? ഏത് തരത്തിലുള്ള വെൽഫെയർ ആണ് ഈ സിനിമ മീഡിയയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇവർ ഉറപ്പിക്കാൻ പോകുന്നത്? ഞാൻ എൻ്റെ ആശങ്ക പങ്കുവയ്ക്കുകയാണ്. ഒരു ഭാഗത്ത് അഭിലാഷ് സാറ് പറഞ്ഞ ഇതിനകത്ത് ജോലി ചെയ്യുന്നവരുടെ ഒരു മാനസികാവസ്ഥയും അവരുടെ കൺസേണിനും ഒപ്പം നിൽക്കുന്നതോടൊപ്പം തന്നെ ഈ ഇഷ്യൂ ഇത്രയിടം നമ്മൾ എത്തിച്ച ഒരു മൂവ്മെൻറ്റ് കൃത്യമായ പ്രതികളെ നമ്മൾ അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ട് അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്ത് ഒരു മൂവ്മെൻറ്റിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ വച്ചിത് ഈ കനൽ കെട്ടുപോവുകയാണെങ്കിൽ ഇനിയൊരു കനൽ ആളി കത്തിച്ചു കൊണ്ടുവരാൻ ഒരുപക്ഷെ എത്ര സ്ത്രീകൾ സധൈര്യം മുന്നോട്ട് വരും എന്നുള്ളത് ഞാൻ ആശങ്കയോടുകൂടി കാണുകയാണ്. കാരണം ഈ ചൂഷണം പറഞ്ഞു ഏകദേശം 90 വർഷത്തിലധികം പാരമ്പര്യമുള്ള ഒരു മേഖല അല്ലെങ്കിൽ സജീവ കലാരംഗത്ത് സ്ത്രീകൾ ഇന്നും ചൂഷണം ചെയ്യപ്പെടുന്നു. 2024 നമുക്കത് ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ശക്തമായിട്ട് കരിയറിനെ പോലും റിസ്ക് ചെയ്തുകൊണ്ടുവന്ന ഒരു കൂട്ടം സ്ത്രീകൾ, അവർ പോലും ഇപ്പം ഇന്ന് സംഗീത ജിനചന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ അവരുടെയൊക്കെ ഉള്ളിൽ പോലും എവിടെയോ ഒരു ഭയമുണ്ട്. കാരണം ഇനി എങ്ങനെയാണ് ഒരു കോൺക്ലേവ് നടത്തി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും പുണ്യാളന്മാരാകും എന്നാണോ നമ്മളൊക്കെ വിശ്വസിക്കേണ്ടത്? ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശ്രീമതി വീണ എസ് നായർ, എന്തായാലും WCCയുടെ ഒരു പ്രതികരണം ആ രീതിയിലാണ് ഇന്ന് നമ്മുടെ ചർച്ചയിൽ വന്നത്. അവർ ഇതിനെ പോസിറ്റീവായിട്ട് കാണുന്നു എന്നാണ് WCCയുടെ ഭാരവാഹിയായ സംഗീത പറഞ്ഞതും. അതുകൊണ്ടാണ് ആ വിഷയം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഒരു നിശ്ചിത സെക്കൻഡുകൾ ഒരു പുരുഷൻ തുറച്ചു നോക്കിയാൽ പോലും കേസെടുക്കാൻ വകുപ്പുള്ള ഒരു സംസ്ഥാനത്താണ് രാത്രി കിടക്കുന്ന മുറിയുടെ കതക് വെട്ടിപ്പൊളിക്കാൻ താരങ്ങൾ വരുന്നത് പോലും കേസാകാതെ ഈ നാട്ടിൽ പോകുന്നത് എത്ര അപമാനകരമാണെന്ന് നമ്മൾ ആലോചിച്ച്, എത്ര രൂക്ഷമാണെന്നുള്ളതാണ്. ശരിയാണ്. ഇപ്പോഴും പരാതി കിട്ടിയിട്ടില്ല എന്ന നിലപാടിലാണ് മന്ത്രിമാർ. പരാതി കിട്ടിയാൽ കേസെടുക്കാം, ഇതാണ് മുഖ്യമന്ത്രി പോലും പറയുന്നത്. സർക്കാരിനും സിനിമയിലെ പവർ ഗ്രൂപ്പിനെ പേടിയാണോ? ഈ ചോദ്യമാണ് ഇന്ന് പ്രൈം ഡിബേറ്റ് ഉന്നയിച്ചത്. അതേ എന്ന് 88% പ്രേക്ഷകരും, അല്ല എന്ന് 8% പ്രേക്ഷകർ മാത്രം. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ചെറിയാൻ